ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 1ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ചെയ്തു നോക്കുന്നത്. ഇതിലെ യൂണിറ്റ് ചാപ്റ്ററും ചാപ്റ്ററിന്റെ മലയാളം എക്സ്പ്ലനേഷനും അതുപോലെ പ്യൂപ്പ ആക്ടിവിറ്റീസും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം മക്കളെ. യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ. അതിൽ എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു മഷ്റൂം ഉണ്ട് അല്ലേ. മഷ്റൂം എന്ന് വെച്ചാൽ എന്താ മക്കളെ? കൂണ്. കണ്ടോ, അവിടെ ഒരു അംബ്രല്ല പോലെ, കുട പോലെ. അംബ്രല്ല എന്ന് വെച്ചാൽ കുട. ഓക്കെ, കുട പോലെ ഒരു ഇത് കണ്ടോ, അതാണ് നമ്മുടെ കൂണ്, മഷ്റൂം. പിന്നെ അതിന് മുകളിലായിട്ടൊരു ഫ്രോഗ് ഇരിക്കുന്നുണ്ട്. പിന്നെ അതിന് താഴെയായിട്ടൊരു റാബിറ്റ് ഉണ്ട്, ആൻഡ് ഉണ്ട്, ഉറുമ്പുണ്ട്, പിന്നെ ഒരു ബേർഡ് ഉണ്ട്, മൗസ് ഉണ്ടല്ലേ. ഇവരെല്ലാവരും എന്താണ്, ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഈ ഒരു അംബ്രല്ലയുടെ, ഈ ഒരു മഷ്റൂം എന്ന് പറയുന്ന മഷ്റൂം ആവുന്ന അംബ്രല്ലയുടെ താഴെയാണ് ഇരിക്കുന്നത്. അതിന് താഴെ നമ്മോട് പ്യൂപ്പ ആക്ടിവിറ്റീസ് 1 to 4 ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ഇൻ പ്യൂപ്പ 1 to 4 അല്ലേ. അപ്പോൾ നമുക്കത് നോക്കാം ആദ്യം. ആക്ടിവിറ്റി 1, ഹാവ് യു മെയ്ഡ് ദ പേപ്പർ ആൻഡ് പേസ്റ്റ് യുവർ ആൻഡ് ബിലോ. അപ്പൊ ടീച്ചർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും പേപ്പർ കൊണ്ട് ഉറുമ്പിനെ ഉണ്ടാക്കാനായിട്ട്. ആ ഉണ്ടാക്കിയിട്ടുള്ള ഉറുമ്പിനെ ഇവിടെ കാണുന്ന ഈ കോളത്തിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉറുമ്പിനെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കണ്ടോ മക്കളെ, ഞാൻ ഇവിടെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഉറുമ്പിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഇതുപോലെ 3-4 റൗണ്ട് കട്ട് ചെയ്തിട്ട് അതിന് കണ്ണ് വരയ്ക്കുക, കാല് കൈയൊക്കെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഉറുമ്പാവും, ആൻഡ് ആവും. ആ ആൻഡിനെ നിങ്ങൾ നല്ല കളറൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ആൻഡിനെ ഇവിടെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതിന് താഴെ 2 സെന്റൻസ് കൂടെ എഴുതണം. നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് ആൻ ആൻഡ്. ഇതൊരു ഉറുമ്പാണ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ്. അതൊരു മനോഹരമായിട്ടുള്ള ഉറുമ്പാണ്, നല്ല രസമുള്ള ഉറുമ്പാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഉറുമ്പാണ്. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് റെഡ് കളർ, ഇറ്റ് ഈസ് ബ്ലാക്ക് കളർ. നിങ്ങൾ ഏതാണോ ഉറുമ്പിന് കളർ കൊടുത്തിട്ടുള്ളത് അതും എഴുതാം. ഇതൊരു ചുവന്ന ഉറുമ്പാണ്, അല്ലെങ്കിൽ ഇതൊരു കറുപ്പ് നിറത്തിലുള്ള ഉറുമ്പാണ്, അതും എഴുതി കൊടുക്കാം. ആക്ടിവിറ്റി 2, ലെറ്റ്സ് സിംഗ്. നമുക്ക് അവിടെ ഒരു പോയം തന്നിട്ടുണ്ട്, അത് പാടി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Ants on the move. Ants are marching, here they go, moving quickly to and fro, lifting food and seeds they find, carrying food for all their friends. Ants are busy every day, never they stop to rest or play, working every day, never they stop to rest or play. അപ്പൊ ആൻസിനെ കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ഒരു പോമാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നല്ല ട്യൂണൊക്കെ കൊടുത്തിട്ട്, ഇതിന് നല്ലൊരു താളാക്കി കൊടുത്തിട്ട് പാടി നോക്കുക. ആക്ടിവിറ്റി 3, ഡ്രോ ദ ആൻസ് യു ഹാവ് സീൻ, കളർ ദം. നിങ്ങൾ കണ്ടിട്ടുള്ള ഉറുമ്പുകളെ ഇവിടെ വരയ്ക്കുക, അതിന് കളർ കൊടുക്കുക. അപ്പൊ നമ്മൾ ഒരുപാട് ഉറുമ്പുകളെ കണ്ടിട്ടുണ്ട് അല്ലേ. റെഡ് നിറത്തിലുള്ള ഉറുമ്പുണ്ട്, ചോണൻ ഉറുമ്പ് അല്ലേ, അതുപോലെ നെയ്യൻ ഉറുമ്പുണ്ട്, പിന്നെയോ കറുപ്പ് നിറത്തിലുള്ള കട്ടുറുമ്പുണ്ട്, പിന്നെ പുളിയുറുമ്പുണ്ട് അല്ലേ, പുളിയൻ ഉറുമ്പുണ്ട്. അങ്ങനെ ഒരുപാട് കടിക്കുന്നതും കടിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഉറുമ്പുകളുണ്ട്. ആ ഉറുമ്പുകളെ നിങ്ങൾ വരച്ചു കൊടുക്കുക, അതിന് നല്ല കളറും കൊടുക്കുക. ആക്ടിവിറ്റി 4, ഹാവ് യു ഒബ്സർവ് ദ ആൻസ്. നിങ്ങൾ ഉറുമ്പുകളെ നിരീക്ഷിച്ചിട്ടുണ്ടോ? നൗ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു. നിങ്ങൾക്ക് താഴെ കുറച്ച് 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മെനി ആൻസ് ഡിഡ് യു സീ? നിങ്ങൾ എത്ര ഉറുമ്പുകളെ കണ്ടിട്ടുണ്ട്? എത്ര തരത്തിലുള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ട് മക്കളെ? ഒരു 4 or 5 ടൈപ്സ് ഓഫ് ആൻസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. വേർ ഡിഡ് യു സീ ദം? നിങ്ങൾ ഇവരെയൊക്കെ എവിടെയാ കണ്ടത്? ഹോം, വീട്ടിൽ കാണാം, പിന്നെയോ സ്കൂളിൽ കാണാം, അതുപോലെ ഗാർഡൻ, നമ്മുടെ പൂന്തോട്ടത്തിൽ കാണാം, പിന്നെ ഇൻ ദ യാർഡ് അല്ലെ, മുറ്റത്ത് കാണാം, പിന്നെ ട്രീ, ഓൺ ദ ട്രീ, മരത്തിൽ കാണാം. അങ്ങനെ പല സ്ഥലങ്ങളിൽ നമുക്ക് ഉറുമ്പുകളെ കാണാം. വാട്ട് കളർ were they? അവർ ഏതൊക്കെ നിറത്തിലുള്ളവരാണ്? റെഡ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട് അല്ലേ. കോമൺ ആയിട്ട് ഇത്രയും നിറത്തിലുള്ള ഉറുമ്പുകളെയാണ് നമ്മൾ കാണാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, were they big or small? അവര് വലുതായിരുന്നോ ചെറുതായിരുന്നോ? ചില ഉറുമ്പുകളൊക്കെ സ്മോൾ ആണ്, ചിലത് അതിനപേക്ഷിച്ച് കുറച്ച് വലുപ്പമുണ്ട്. പക്ഷേ പൊതുവെ ഉറുമ്പുകളൊക്കെ എന്താണ്? സ്മോൾ ആണ്. വാട്ട് ആർ ദേ ഡൂയിങ്?
അവരെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ദേ ആർ കളക്ടിങ് ഫുഡ് അല്ലെ. അവരൊരിക്കൽ ഒരുപക്ഷെ ഭക്ഷണം ശേഖരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ദേ ആർ ഈറ്റിംഗ് ഷുഗർ, അവർ പഞ്ചസാര കഴിക്കുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ദേ ആർ മാർച്ചിങ്, അവരിങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ പോവുമായിരിക്കാം അല്ലെ. അപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്ത ആൻഡ് എങ്ങനെയാണോ എന്താണോ ചെയ്തത് അത് അവിടെ എഴുതി കൊടുക്കുക. നൗ ഡിസ്ക്രൈബ് ദ ആൻഡ്സ് യു ഹാവ് സീൻ. ഇനി നിങ്ങൾ കണ്ട ആ ഉറുമ്പിനെ കുറിച്ച് ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു എന്നൊക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐ സോ റെഡ് ആൻഡ്സ്, ഞാൻ ചുവന്ന നിറത്തിലുള്ള ഉറുമ്പുകളെയാണ് കണ്ടത്. ഐ സോ ദം അറ്റ് മൈ ഹോം, ഞാൻ അവരെ എൻ്റെ വീട്ടിൽ വെച്ചാണ് കണ്ടത്. ദേ വേർ ക്യാരിയിങ് ഷുഗേഴ്സ് ഫ്രം ദ കിച്ചൺ, അവർ അടുക്കളയിൽ നിന്ന് പഞ്ചസാര എടുത്തു കൊണ്ടുപോവുകയായിരുന്നു. അപ്പൊ പഞ്ചസാര കുട്ടിയോടൊക്കെ കൊണ്ടുപോകല്ല കേട്ടോ. ഓരോ തുള്ളി പഞ്ചസാര ഇങ്ങനെ ഓരോ ബ്ലോക്ക് ഷുഗറിന്റെ ബ്ലോക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. ദേ ഹാവ് 6 legs, അവർക്ക് എത്ര കാലുകൾ ഉണ്ടായിരുന്നു? 6 കാലുകൾ ഉണ്ടായിരുന്നു. ഐ സോ ദം ആസ് എ ഗ്രൂപ്പ് ഓഫ് 20, ഞാൻ അവരെ ഏകദേശം ഒരു 20 പേരുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് കണ്ടത്. ഒരു 20 ആൻസിനെയാണ് കണ്ടത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. ലെറ്റ്സ് റീഡ്, നമുക്ക് വായിക്കാം. എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്, ഒരു ചെറിയ ഉറുമ്പ് ഫുഡ് തേടി അലയുകയായിരുന്നു. സെർച്ചിങ് ഫോർ ഫുഡ്, ഫുഡ് അന്വേഷിക്കുകയായിരുന്നു. സഡൻലി, പെട്ടെന്ന്, ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്യാൻ തുടങ്ങി. ഐ ആം ഓൾ വെറ്റ്, ഞാൻ ആകെ നനഞ്ഞു. വെറ്റ് എന്ന് വെച്ചാൽ നനഞ്ഞു. വേർ ഷാൾ ഐ ഫൈൻഡ് ഷെൽട്ടർ, ഞാൻ എവിടെയാണ് ഒരു ഷെൽട്ടർ തേടുക? ഷെൽട്ടർ എന്ന് വെച്ചാൽ അഭയം, അതായത് മഴയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് കയറി നിൽക്കാൻ ഒരു ഷെൽട്ടർ. എവിടെയാണ് എനിക്ക് ഏത് ഷെൽട്ടറാണ് കിട്ടുക എന്ന് ആൻഡ് ചോദിക്കുകയാണ്. ദ ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്, ആൻഡ് ചുറ്റിലും നോക്കി. അപ്പൊ നമുക്കിതാ അവിടെ ആൻഡിന്റെ പിക്ചർ തന്നിട്ടുണ്ടല്ലേ. ഒരു ഉറുമ്പ്, മഴ പെയ്യുന്നുണ്ട്, ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്, അതില് ഉറുമ്പ് ഇങ്ങനെ നിൽക്കുകയാണ് മഴയത്ത്. വേർ വിൽ ദ ആൻഡ് ഗെറ്റ് ഷെൽട്ടർ, ഈ ഉറുമ്പിന് എവിടെയായിരിക്കും ഷെൽട്ടർ കിട്ടുക? നമുക്ക് നോക്കാം ഉറുമ്പ് എവിടെയാണ് കയറി നിൽക്കാൻ പോകുന്നതെന്ന് നമുക്ക് കഥ വായിക്കുമ്പോൾ അറിയാലോ. ലിസൺ ടു യുവർ ടീച്ചർ. ദ ജെന്റിൽ റെയിൻ ടേൺഡ് ഇൻടു എ ഹെവി ഷവർ, ആദ്യം ഒരു ജെന്റിൽ റെയിൻ ആയിരുന്നു. ജെന്റിൽ എന്ന് വെച്ചാൽ പതിയെ പെയ്യുന്ന മഴയായിരുന്നു. പിന്നീട് അത് എന്തായി? ഒരു ഹെവി ഷവറായി, നല്ല മഴ ശക്തി കൂടാനായിട്ട് തുടങ്ങി. ദ ആൻഡ് വാക്ക്ഡ് ഫാസ്റ്റ്, ഉറുമ്പ് പെട്ടെന്ന് തന്നെ വേഗത്തിൽ ഫാസ്റ്റ് ആയിട്ട് നടന്നു. ഫാർ അവേ he saw something, അങ്ങ് ദൂരെ, far away, അങ്ങ് ദൂരെ, he saw something, അവനൊരു കാര്യം കണ്ടു. അതെന്താണ് ഉറുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കുക? നമുക്ക് നോക്കാം. The ant saw a tiny mushroom, ഉറുമ്പ് ചുറ്റിലും നോക്കുന്ന സമയത്ത് ഒരു ചെറിയ, ടൈനി എന്ന് വെച്ചാൽ ചെറിയ മഷ്റൂം കണ്ടു. മഷ്റൂം എന്ന് വെച്ചാൽ എന്തായിരുന്നു മക്കളെ? കൂണ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു കൂണ്. ഒരു ചെറിയ കൂണ് കണ്ടു. He ran towards the mushroom, അവന് പെട്ടെന്ന് തന്നെ ആ കൂണിന്റെ അടുത്തേക്ക് ഓടി. ഇറ്റ് വാസ് റെഡ് ഇൻ കളർ, മഷ്റൂം ഏത് നിറത്തിലായിരുന്നു? ഇറ്റ് വാസ് റെഡ് ഇൻ കളർ, ചുവന്ന നിറത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ദർ വർ യെല്ലോ സ്പോട്ട്സ് ഓൺ ഇറ്റ്, ആ മഷ്റൂമിന്റെ മുകളിൽ, അതായത് ഈ ചുവന്ന മഷ്റൂമിന്റെ മുകളിലായിട്ട് കുറച്ച് അവിടെ ആയിട്ട് ഓരോ യെല്ലോ സ്പോട്ട് ഉണ്ട്, മഞ്ഞ കുത്തുകളുണ്ട്. സ്പോട്ട്സ് എന്ന് വെച്ചാൽ കുത്തുകൾ, ഓരോ കുത്തുകളുണ്ട്. ഐ ഷോൾ മേക്ക് ഇറ്റ് ആൻ അംബ്രല്ല, ഈ കൂണ്, ഈ മഷ്റൂം എനിക്ക് ഒരു അംബ്രല്ല ആയിട്ട് യൂസ് ചെയ്യാലോ, എനിക്ക് ഒരു കുടയായിട്ട് ഇതിനെ ഉപയോഗിക്കാമല്ലോ എന്ന് ആൻഡ് പറയാണ്. ദ ആൻഡ് സാറ്റ് അണ്ടർ ഇറ്റ്, അങ്ങത് ആലോചിച്ചുകൊണ്ട് ഉറുമ്പ് ആ അംബ്രലയ്ക്ക് താഴെ, ആ മഷ്റൂമിന് താഴെ ഇരുന്നു. ഉറുമ്പ് മഷ്റൂമിന് താഴെ ഇരിക്കുന്നത് പിക്ചറിൽ കണ്ടോ മക്കളെ? ഇനി നമുക്കിവിടെ 2 ചോദ്യം തന്നിട്ടുണ്ട്. എന്താണ്? വാട്ട് ഡിഡ് ദ ആൻഡ് സീ, ഉറുമ്പ് എന്തായിരിക്കും കണ്ടത്? എന്താണ് ഉറുമ്പ് കണ്ടത്? ദ ആൻഡ് സോ എ ടൈനി മഷ്റൂം, ചെറിയൊരു കൂണാണ് കണ്ടത്. ദ മഷ്റൂം ഈസ് ആൻ അംബ്രല്ല ഫോർ ദ ആൻഡ്. വൈ? മഷ്റൂം ആൻഡിന് ഒരു അംബ്രല്ല ആക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റി. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ദ മഷ്റൂം ഈസ് ബിഗ്ഗർ ദാൻ ദി ആൻഡ്, അല്ലെ, ഉറുമ്പിനെക്കാട്ടിലും വലുതായിരുന്നു മഷ്റൂം, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തെഴുതാം? ദ ആൻഡ് ഈസ് സ്മോളർ ദാൻ ദ മഷ്റൂം, ഉറുമ്പ് മഷ്റൂമിനെക്കാട്ടിലും ചെറുതാണ്, അതുകൊണ്ടാണ് മഷ്റൂം ഒരു അംബ്രല്ല ആക്കിയിട്ട് ഉപയോഗിക്കാൻ സാധിച്ചത്. ഇനി നമ്മോട് ഇവിടെ ഗോ ടു പ്യൂപ്പ ആക്ടിവിറ്റി 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്യൂപ്പയിലെ നിങ്ങളുടെ വർക്ക് ബുക്കിലെ ആക്ടിവിറ്റി 5 ചെയ്ത് നോക്കാം. ആക്ടിവിറ്റി 5, ലെറ്റ്സ് ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. നമുക്കിവിടെ മഷ്റൂമിനെ കുറിച്ചൊരു പാട്ട് തന്നിട്ടുണ്ട്. ആ സോങ്ങിലേക്ക് കുറച്ചുകൂടെ ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മഷ്റൂം സോങ്. മഷ്റൂം വാട്ട് എ സൈറ്റ്, പോപ്പിംഗ് അപ്പ് ഓൺ റെയിനി നൈറ്റ്സ്, സം ആർ റെഡ് ആൻഡ് സം ആർ വൈറ്റ്, ഡാൻസിങ് ഓൾവേസ് ഓ ലാല. മഷ്റൂംസ് വാട്ട് എ സൈറ്റ്, പോപ്പിംഗ് അപ്പ് ഓൺ റെയിനി നൈറ്റ്സ്. ഇനി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം മക്കളെ? സം ആർ വൈറ്റ് ആൻഡ് സം ആർ ഗ്രേ. നമുക്ക് മഷ്റൂംസ് വൈറ്റ് കളറിലും കാണാം, ഗ്രേ കളറിലും കാണാം അല്ലെ.
ഡാൻസിങ് ഓൾവേസ് ഓലാല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി സ്റ്റോറിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ലിസൺ ടു യുവർ ടീച്ചർ. ദ റെയിൻ കെയിം ഡൗൺ ഹെവിലി. മഴ ശക്തിയായിട്ട് പെയ്യാനായിട്ട് തുടങ്ങി. ദ ആൻഡ് സാറ്റ് അണ്ടർ ദ മഷ്റൂം ലുക്കിംഗ് അറ്റ് ദ റെയിൻ. ഉറുമ്പ് മഷ്റൂമിന് താഴെ ഇരുന്നു, കൂണിന് താഴെ ഇങ്ങനെ ഇരുന്നു മഴയും നോക്കി. ഹി സോ എ ബട്ടർഫ്ലൈ. അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബട്ടർഫ്ലൈയെ കണ്ടു, ഒരു പൂമ്പാറ്റയെ കണ്ടു. ഹെർ വിങ്സ് വർ വെറ്റ്. അവളുടെ ചിറകുകളൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർഫ്ലൈക്ക് പറക്കാനായിട്ട് സാധിക്കില്ല അല്ലേ? ദ ബട്ടർഫ്ലൈ കെയിം നിയർ ദ മഷ്റൂം. ബട്ടർഫ്ലൈ പറന്ന് മഷ്റൂമിന്റെ അടുത്തെത്തി. വിൽ ദ ആൻഡ് ലെറ്റ് ദ ബട്ടർഫ്ലൈ ഇൻ. ഉറുമ്പ് ബട്ടർഫ്ലൈയെ മഷ്റൂമിന് താഴെ ഇരിക്കാനായിട്ട് സമ്മതിക്കുമോ? നമുക്ക് സ്റ്റോറി വായിച്ചു നോക്കാം. എ ബട്ടർഫ്ലൈ സ്ലോലി കെയിം നിയർ ദ മഷ്റൂം. ഒരു പൂമ്പാറ്റ പതുക്കെ പതുക്കെ മഷ്റൂമിന്റെ അടുത്തേക്ക് എത്തി. ഐ ആം സോ വെറ്റ്, ഐ കാൺട്ട് ഫ്ലൈ, പ്ലീസ് ലെറ്റ് മീ ഇൻ. ബട്ടർഫ്ലൈ എന്ത് പറഞ്ഞു? ഐ ആം സോ വെറ്റ്, ഞാൻ ആകെ നനഞ്ഞിരിക്കുകയാണ്. ഐ കാൺട്ട് ഫ്ലൈ, എനിക്ക് പറക്കാനായിട്ട് സാധിക്കില്ല. പ്ലീസ് ലെറ്റ് മീ ഇൻ, എന്നെ ദയവ് ചെയ്ത് ഇതിനുള്ളിലേക്ക് കയറ്റുമോ എന്ന് ഉറുമ്പ് ആരോടായിരിക്കും? ആൻഡിനോടായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക. ഹൗ ക്യാൻ ഐ ലെറ്റ് യു ഇൻ? ദർ ഈസ് നോ സ്പേസ് ഫോർ യു, സെഡ് ദ ആൻഡ്. ഉറുമ്പ് എന്താ പറഞ്ഞത്? ഹൗ ക്യാൻ ഐ ലെറ്റ് യു ഇൻ, ഞാൻ എങ്ങനെ നിന്നെ ഉള്ളിലേക്ക് കയറ്റും? ദർ ഈസ് നോ സ്പേസ് ഫോർ യു, ഇവിടെ നിനക്ക് കൂടെ ഇരിക്കാനുള്ള സ്പേസ് ഇല്ല. നമുക്കറിയാം മഷ്റൂം വളരെ ചെറുതായിരുന്നു അല്ലേ? അപ്പോൾ ആൻഡിന് ഇരിക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അതിലൊരു ബട്ടർഫ്ലൈക്ക് കൂടെ അതിന് താഴെ വന്നിരിക്കാനുള്ള സ്പേസ് ഇല്ല. പ്ലീസ് ഐ ഷാൾ സിറ്റ് ക്ലോസ് ടു യു, ദ ബട്ടർഫ്ലൈ സെഡ്. അപ്പൊ അത് കേട്ടപ്പോൾ ബട്ടർഫ്ലൈ പറഞ്ഞു എന്ത്? പ്ലീസ് ദയവേത് എന്നെ അകത്തേക്ക് കേറ്റു. ഐ ഷാൾ സിറ്റ് ക്ലോസ് ടു യു, ഞാൻ നിന്നോട് ചേർന്നിരുന്നോളാം, നിന്നെ ഇങ്ങനെ അടുത്തിരുന്നോളാം. അപ്പൊ അധികം സ്പേസ് വേണ്ടല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, ദ ആൻഡ് എഗ്രീഡ്. ഓക്കെ, എന്നാ നീ കയറിക്കുമെന്ന് ഉറുമ്പ് എഗ്രി ചെയ്തു, സമ്മതിച്ചു. ദ ബട്ടർഫ്ലൈ ഗോട്ട് ഇൻ. അത് കേട്ടതും ബട്ടർഫ്ലൈ മഷ്റൂമിന്റെ ഉള്ളിലേക്ക് കയറി. ക്യാൻ ദ ബട്ടർഫ്ലൈ സിറ്റ് അണ്ടർ ദ മഷ്റൂം? വിൽ ദർ ബി സ്പേസ് ഫോർ ദ ടു? ബട്ടർഫ്ലൈക്ക് മഷ്റൂമിന്റെ താഴെ ഇരിക്കാനായിട്ട് സാധിക്കുമോ? വിൽ ദർ ബി സ്പേസ് ഫോർ ദ ടു? അവിടെ രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കുമോ? നമുക്ക് കഥ വായിച്ചു നോക്കാം. നമുക്ക് തോന്നുന്നത് എന്താണ്? നോ അല്ലെ, സ്പേസ് ഉണ്ടായിരിക്കില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ മഷ്റൂമിന്റെ താഴെ ഇരിക്കുന്ന ആന്റിനെയും അതിലേക്ക് കയറാൻ വരുന്ന ബട്ടർഫ്ലൈയുടെയും ചിത്രം കാണുന്നില്ലേ മക്കളെ? അതിന് താഴെ നമ്മോട് ഗോ ടു പ്യൂപ്പ ആക്ടിവിറ്റി 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്യൂപ്പയിലെ ആക്ടിവിറ്റി 6 ചെയ്ത് നോക്കാം. ആക്ടിവിറ്റി 6, കളർ ദ ബട്ടർഫ്ലൈ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. നമുക്കിവിടെ താഴെ ഒരു ബട്ടർഫ്ലൈയുടെ പിക്ചർ തന്നിട്ടുണ്ട്. അതിന് നല്ല മനോഹരമായിട്ടുള്ള നിറം കൊടുക്കണം. കളർ ചെയ്തിട്ട് അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയും വേണം. ബട്ടർഫ്ലൈയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം. ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. ഇതൊരു ബട്ടർഫ്ലൈ ആണ്. ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. ഇത് ചുവന്ന നിറത്തിലാണ് ഉള്ളത്. ദർ ആർ യെല്ലോ ആൻഡ് പിങ്ക് സ്പോട്ട്സ് ഓൺ ദ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയുടെ മുകളിൽ എന്തുണ്ട്? യെല്ലോ നിറത്തിലും പിങ്ക് നിറത്തിലുള്ള കുറച്ച് സ്പോട്ട്സ് ഉണ്ട്. ദ ബട്ടർഫ്ലൈ ഹാസ് 6 legs. ബട്ടർഫ്ലൈക്ക് എന്തുണ്ട്? 6 legs ഉണ്ട്, കാലുകളുണ്ട്. ദ ബട്ടർഫ്ലൈ ഹാസ് 2 wings. ബട്ടർഫ്ലൈക്ക് 2 ചിറകുകളുണ്ട്. ദിസ് ബട്ടർഫ്ലൈ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഈ പൂമ്പാറ്റയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ലിസൺ ടു യുവർ ടീച്ചർ. ദ ആൻഡ് മൂവ്ഡ് ഓവർ ആൻഡ് മെയ്ഡ് സ്പേസ് ഫോർ ദ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ മഷ്റൂമിന് താഴേക്ക് കയറിയപ്പോൾ ആൻഡ് നമ്മുടെ ഉറുമ്പ് കുറച്ചൊന്ന് മൂവ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർഫ്ലൈക്ക് കൂടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുത്തു. ദേ വാച്ച് ദ റെയിൻ. അവർ രണ്ടുപേരും കൂടെ മഷ്റൂമിന് താഴെ ഇരുന്ന് മഴ നോക്കി കണ്ടു. സഡൻലി സംബഡി റാൻ ഇൻ. പെട്ടെന്ന് മറ്റാരോ അതിനുള്ളിലേക്ക് ഓടി വന്നു. ഹൂ വിൽ ബി ദാറ്റ്? ആരായിരിക്കും അത്? നമുക്ക് നോക്കാം അല്ലേ? സ്ക്വീക്ക് സ്ക്വീക്ക് സ്ക്വീക്ക്, എ മൗസ് കെയിം ദർ റണ്ണിങ്. ആരാ സ്ക്വീക്ക് 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 എന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് വന്നത്? എ മൗസ്, ഒരു എലിയാണ്. ഒരു എലി അങ്ങോട്ട് ഓടി വന്നു. ഫ്രണ്ട്സ് ലെറ്റ് മീ ഇൻ, ഐ ആം വെറ്റ് ഓൾ ഓവർ. കൂട്ടുകാരെ എന്നെ കൂടെ കയറ്റോ, ഞാൻ ആകെ നനഞ്ഞിട്ടുണ്ടെന്ന് മൗസ് പറഞ്ഞു. ഹൗ ക്യാൻ വി ലെറ്റ് യു ഇൻ, ദർ ഇസ് നോ റൂം ഹിയർ. അപ്പൊ അവരെന്താ പറഞ്ഞത്? എങ്ങനെയാ നിന്നെ കയറ്റുക, ഇവിടെ സ്ഥലമില്ല എന്നല്ലേ? ദ ബട്ടർഫ്ലൈ സെഡ്. ബട്ടർഫ്ലൈ അങ്ങനെ പറഞ്ഞു. പ്ലീസ് ഗിവ് മീ സം സ്പേസ്, ദ മൗസ് ക്രൈഡ്. മൗസ് കരഞ്ഞു. എന്ത് പറഞ്ഞുകൊണ്ട്? പ്ലീസ് ഗിവ് മീ സം സ്പേസ്, എനിക്ക് ദയവേത് കുറച്ച് സ്ഥലം താ എന്ന് പറഞ്ഞ് മൗസ് കരഞ്ഞു. ദ ആൻഡ് ദ ബട്ടർഫ്ലൈ സാറ്റ് ക്ലോസർ. ദ മൗസ് ഓൾസോ ഗോട്ട് ഇൻ. അത് കേട്ടപ്പോൾ ഉറുമ്പും ബട്ടർഫ്ലൈയും കുറച്ചുകൂടെ അടുത്തിരുന്നു. മൗസ് അകത്തേക്ക് കയറാനുള്ള സ്പേസ് അവരുണ്ടാക്കി കൊടുത്തു മൗസിന്. അങ്ങനെ മൗസ് ഉള്ളിലേക്ക് കയറി. വിൽ ദ റെയിൻ സ്റ്റോപ്പ്? ഇനി മഴ നിൽക്കുമോ? ക്യാൻ ദേ ഗോ ഹോം? അവർക്ക് വീട്ടിലേക്ക് പോവാൻ കഴിയോ? നമുക്ക് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ഗോ ടു പ്യൂപ്പ ആക്ടിവിറ്റി 7.
പ്യൂപ്പയിലെ ആക്ടിവിറ്റി 7 നമ്മോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം മക്കളെ. ആക്ടിവിറ്റി 7, the ant, the butterfly and the mouse are talking about their favorite food. Complete their conversation. അപ്പോൾ ഇവിടെ ആൻറ്റും ബട്ടർഫ്ലൈയും മൗസും ഉണ്ടല്ലേ മഷ്റൂമിൻ്റെ താഴെ. അവരവരുടെ ഫേവറേറ്റ് ഫുഡിനെ കുറിച്ച്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യണം. നോക്കിക്കേ, ആൻഡ് പറയുന്നുണ്ട്, ഐ ലൈക്ക് ഷുഗർ, വാട്ട് ഡു യു ലൈക്ക്? എനിക്ക് പഞ്ചസാരയാണ് ഇഷ്ടം, ഷുഗറാണ് ഇഷ്ടം. വാട്ട് ഡു യു ലൈക്ക്? നിനക്ക് എന്താ ഇഷ്ടം? അപ്പോൾ ബട്ടർഫ്ലൈക്ക് എന്താണ് ഇഷ്ടമെന്ന് ബട്ടർഫ്ലൈ അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പൂവിൽ നിന്നുള്ള തേനായിരിക്കും അല്ലേ? അതിന് നെക്ടർ എന്നാണ് പറയാ. ഐ ലൈക്ക് നെക്ടർ. എനിക്ക് നെക്ടർ ഇഷ്ടമാണ്, തേൻ വളരെ ഇഷ്ടമാണ് എന്ന് ബട്ടർഫ്ലൈ പറയും. ഇനി ബട്ടർഫ്ലൈ മൗസിനോട് ചോദിക്കുന്നു, നോക്കൂ, ഡു യു ലൈക്ക് നെക്ടർ? നിനക്ക് നെക്ടർ ഇഷ്ടമാണോ? നിനക്ക് തേൻ ഇഷ്ടമാണോ? നോ, ഐ ഡോണ്ട് ലൈക്ക് നെക്ടർ. എനിക്ക് തേൻ ഇഷ്ടമല്ല. ഐ ലൈക്ക്, എന്താണ് മൗസിന് ഇഷ്ടമുള്ളത്? ക്യാരറ്റ്. അവിടെ ക്യാരറ്റിന്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. ഐ ലൈക്ക് ക്യാരറ്റ്സ്. എനിക്ക് ക്യാരറ്റുകളാണ് ഇഷ്ടം. ഇനി മൗസ് ബട്ടർഫ്ലൈയോട് ചോദിക്കുന്നു, നോക്കൂ, ക്യാൻ യു ഈറ്റ് ക്യാരറ്റ്സ്? നിനക്ക് ക്യാരറ്റ്സ് കഴിക്കാൻ പറ്റുമോ? നോ, ഇല്ല അല്ലേ. ബട്ടർഫ്ലൈക്ക് ക്യാരറ്റ് കഴിക്കാൻ പറ്റില്ല. എന്ത് മാത്രമേ കഴിക്കാൻ പറ്റുക? നെക്ടർ മാത്രമാണ് അല്ലേ. അപ്പോൾ ഐ ക്യാൻ ഈറ്റ് നെക്ടർ ഓൺലി. എനിക്ക് പൂവിൽ നിന്നുള്ള തേന് മാത്രമേ കഴിക്കാൻ പറ്റൂ എന്നായിരിക്കും ബട്ടർഫ്ലൈ പറയാ. ഇനി നമുക്ക് പാഠത്തിലേക്ക് തന്നെ വരാം. ലിസൺ ടു യുവർ ടീച്ചർ. ദ റെയിൻ വെന്റ് ഓൺ ഈവൻ ഹാർഡ്. മഴ വീണ്ടും ശക്തി കൂടി പെയ്തു. ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയങ്ങൾക്ക് ശേഷം, എ ലിറ്റിൽ സ്പാരോ, ഒരു ചെറിയ സ്പാരോ, കുരുവി, വാക്ക്ഡ് ടുവേർഡ്സ് ദ മഷ്റൂം, ക്രൈ, മഷ്റൂമിന്റെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് വന്നു. ഷീ കുഡ് നോട്ട് ഫ്ലൈ, അവൾക്ക് പറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. റെയിൻ ഡ്രോപ്സ് were dripping from her wings. മഴത്തുള്ളികൾ അവളുടെ വിങ്സിൽ നിന്ന്, ചിറകിൽ നിന്ന് താഴേക്ക് ഇറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വിൽ ദ ലെറ്റ് ദ സ്പാരോ ഇൻ? ഇനി മൗസും ആൻഡും ബട്ടർഫ്ലൈയും ഈ സ്പാരോയെ കൂടി ഉള്ളിലേക്ക് കടക്കാനായിട്ട് അനുവദിക്കോ? ലെറ്റ്സ് റീഡ്. നമുക്ക് വായിച്ചു നോക്കാം. എ ലിറ്റിൽ സ്പാരോ ഹോപ്ഡ് അപ് ടു ദ മഷ്റൂം. ഒരു ചെറിയ കുരുവി മഷ്റൂമിനടുത്തേക്ക് ഹോപ്പ് ചെയ്തു വന്നു. ഹോപ്പ് എന്ന് വെച്ചാൽ ചാടി വരുന്നതെയാണ് ഹോപ്പ് എന്ന് പറയാം. ഹോപ്ഡ് അപ് ടു ദ മഷ്റൂം, മഷ്റൂമിന്റെ അടുത്തേക്ക് ചാടി വന്നു. ഐ ആം സോ ടയേർഡ്, ക്യാൻ ഐ സിറ്റ് വിത്ത് യു? സ്പാരോ എന്ത് പറഞ്ഞു? ഐ ആം സോ ടയേർഡ്, ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. ക്യാൻ ഐ സിറ്റ് വിത്ത് യു? എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കാനായിട്ട് കഴിയോ? നിങ്ങൾ അതിന് അനുവദിക്കൂ എന്ന് ചോദിച്ചു. ദ സ്പാരോ ക്രൈഡ് അലൗഡ്. സ്പാരോ ഉറക്കെ കരഞ്ഞു. ബട്ട് ദർ ഈസ് നോ റൂം ഹിയർ, ദ മൗസ് സെഡ്. അപ്പോൾ മൗസ് എന്ത് പറഞ്ഞു? പക്ഷേ ഇവിടെ നിനക്കിരിക്കാനുള്ള റൂം ഇല്ല എന്ന് പറഞ്ഞു. പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ. ദയവേത് കുറച്ചൊന്ന് മാറിയിരിക്കുമെന്ന് സ്പാരോ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ദ സ്പാരോ പ്ലീഡഡ് എന്ന് വെച്ചാൽ അപേക്ഷിച്ചു, കേണപേക്ഷിച്ചു. They moved over and there was space enough for the sparrow to. അവർ കുറച്ചുകൂടെ അടുത്തിരുന്നു. എന്നിട്ട് സ്പാരോക്ക് ഇരിക്കാനുള്ള സ്പേസ് കൂടെ അവിടെ ഉണ്ടാക്കി കൊടുത്തു. അവിടെ ചിത്രത്തിൽ കാണുന്നില്ലേ മക്കളെ, മഷ്റൂമിന് താഴെ ആൻറ്റും ബട്ടർഫ്ലൈ ഇരിക്കുന്നു, സ്പാരോ കരഞ്ഞുകൊണ്ട് വരുന്നത് കാണുന്നില്ലേ? ഇനി നമ്മോട് പ്യൂപ്പയിലെ ആക്ടിവിറ്റി 8 ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് നോക്കാം. ആക്ടിവിറ്റി 8, ദ ബട്ടർഫ്ലൈ ആൻഡ് ദ സ്പാരോ ആർ അണ്ടർ ദ മഷ്റൂം. ബട്ടർഫ്ലൈയും സ്പാരോയും മഷ്റൂമിന് താഴെയാണ്. വിൽ ദ സ്പാരോ ഈറ്റ് ദ ബട്ടർഫ്ലൈ? നമുക്കറിയാം സ്പാരോ, കുരുവികൾ ബട്ടർഫ്ലൈനെയൊക്കെ കഴിക്കാറുണ്ടല്ലേ, അവരുടെ ഭക്ഷണമാണ് ബട്ടർഫ്ലൈ ഒക്കെ. അപ്പൊ സ്പാരോ എന്താണ്, മഷ്റൂമിന് താഴെ ഇരിക്കുന്ന ബട്ടർഫ്ലൈയെ കഴിക്കോ? വാട്ട് വിൽ ദ ബട്ടർഫ്ലൈ തിങ്ക് നൗ? ബട്ടർഫ്ലൈക്ക് പേടിയായിട്ടുണ്ടായിരിക്കും അല്ലേ. ബട്ടർഫ്ലൈ അതുകൊണ്ട് എന്തായിരിക്കും ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? ബട്ടർഫ്ലൈക്ക് പേടി ഉണ്ടായിരിക്കും, ആ കുരുവി എന്നെ കഴിക്കൂ എന്നല്ലേ. എന്തായിരിക്കും മക്കളെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? ഓ മൈ ഗോഡ്, വിൽ ദ സ്പാരോ ക്യാച്ച് മീ? ദൈവമേ, ഈ സ്പാരോ എന്നെ പിടിക്കോ? വിൽ ദ സ്പാരോ ഈറ്റ് മീ? ഇതെന്നെ കഴിക്കോ? ഈസ് ഇറ്റ് എ മിസ്റ്റേക്ക് ടു ഗിവ് ഇറ്റ് എ പ്ലേസ് അണ്ടർ ദിസ് മഷ്റൂം? ഈ കുരുവിക്ക് ഈ മഷ്റൂമിന് താഴെ ഒരു ഇടം കൊടുത്തത് അബദ്ധമായോ? ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്ത് നല്ല മഴയാണ്. ഇഫ് ദിസ് റെയിൻ സ്റ്റോപ്പ് ഐ ഹാവ് ടു ഫ്ലൈ ക്വിക്ക്ലി. മഴ നിൽക്കുന്ന സമയത്ത് തന്നെ, നിലയ്ക്കുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് പാറിപ്പോവേണ്ടതായിട്ടുണ്ട്. പ്ലീസ് സേവ് മീ ഗോഡ്. എന്നെ രക്ഷിക്കണേ ദൈവമേ. അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ ബട്ടർഫ്ലൈ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. ഇനി അടുത്തതായിട്ട് എന്താ, ആരാ വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ലിസൺ ടു യുവർ ടീച്ചർ. ദ ആൻഡ്, ദ ബട്ടർഫ്ലൈ, ദ മൗസ് ആൻഡ് ദ സ്പാരോ സാറ്റ് അണ്ടർ ദ മഷ്റൂം. ബട്ടർഫ്ലൈയും ഉറുമ്പും മൗസും സ്പാരോയും എല്ലാവരും കൂടെ എന്ത് ചെയ്തു? മഷ്റൂമിന് താഴെ തന്നെ ഇരുന്നു. സഡൻലി ദേ ഹിയർഡ് എ ലൗഡ് ക്രൈ. പെട്ടെന്ന് അവരൊരു വലിയ കരച്ചിൽ കേട്ടു. ദേ സോ എ റാബിറ്റ് റഷിംഗ് ടുവേർഡ്സ് ദം. ഒരു മുയൽ അവരുടെ നേരെ കുതിച്ചു വരുന്നതായിട്ട് അവർ കണ്ടു. ഹിസ് ഐസ് were filled with fear.
അവന്റെ കണ്ണുകളൊക്കെ പേടി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പേടിച്ചാണ് മുയൽ വരുന്നത്. ഹിസ് സോഫ്റ്റ് ഫർ ഹാഡ് പാച്ചസ് ഓഫ് മഡ്. അവന്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രോമമൊക്കെ എന്താണ്, മണ്ണിലാകെ കുതിർന്നിട്ടുണ്ടായിരുന്നു. വൈ വാസ് ദ റാബിറ്റ് ക്രൈയിങ്? എന്തിനാ മക്കളെ റാബിറ്റ് കരയുന്നത്? നമുക്ക് സ്റ്റോറി വായിച്ചു നോക്കാം അല്ലേ. ദാ ഇവിടെ നിങ്ങൾക്ക് ആകെ മണ്ണിൽ കുളിച്ചു വരുന്ന ഈ റാബിറ്റിന്റെ മുഖം ചിത്രം തന്നിട്ടുണ്ട്. അതിന്റെ മുഖം കണ്ടോ? പേടിയോടെയാണ് അല്ലേ ഇത് വരുന്നത്. എ റാബിറ്റ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. ഒരു റാബിറ്റ് ഓടി വന്നു എന്തിന്റെ അടുത്തേക്ക്? മഷ്റൂമിന്റെ അടുത്തേക്ക്. സേവ് മീ പ്ലീസ് ഹി ക്രൈഡ്. എന്നെ രക്ഷിക്കണം പ്ലീസ്, ദയവേത് എന്നെ രക്ഷിക്കണം എന്ന് അവന് കരഞ്ഞു. ഓ ഹൈഡ് മീ, എ ഫോക്സ് ഈസ് ചേസിങ് മീ. എന്തിനാ മക്കളെ റാബിറ്റ് പേടിച്ചത്? ഒരു ഫോക്സ്, ഒരു കുറുക്കൻ അവനെ ചേസ് ചെയ്യുന്നുണ്ട്, അവനെ പിന്തുടരുന്നുണ്ട്. ഓ ഹൈഡ് മീ, എന്നെ പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കുക എന്ന് റാബിറ്റ് പറഞ്ഞു കരഞ്ഞു. ദ റാബിറ്റ് വാസ് ഷിവറിങ് വിത്ത് ഫിയർ. റാബിറ്റ് പേടി കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഷിവറിങ് എന്ന് വെച്ചാൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിത്ത് ഫിയർ, പേടി കൊണ്ട്. പുവർ റാബിറ്റ് സെഡ് ദ ബട്ടർഫ്ലൈ. അപ്പൊ ബട്ടർഫ്ലൈ എന്ത് പറഞ്ഞു? പാവം റാബിറ്റ്, പാവം മുയൽ എന്ന് പറഞ്ഞു അല്ലേ. ലെറ്റ്സ് മൂവ് എ ലിറ്റിൽ മോർ ആൻഡ് ടേക്ക് ഹിം ഇൻ സെഡ് ദ ആന്റ്. നമുക്ക് കുറച്ചുകൂടെ അടുത്തിരുന്ന് അവന് കൂടെ ഉള്ളിലേക്ക് കയറാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഉറുമ്പ് പറഞ്ഞു. വിൽ ദ ഫോക്സ് ഫൈൻഡ് ദ റാബിറ്റ്? ഫോക്സ് റാബിറ്റിനെ കണ്ടുപിടിക്കോ? നമുക്കറിയില്ല അല്ലേ. ഹൗ വിൽ ദേ ഹൈഡ് ദ റാബിറ്റ്? അവരെങ്ങനെയായിരിക്കും റാബിറ്റിനെ ഒളിപ്പിക്കുക? നമുക്ക് സ്റ്റോറി വായിക്കാട്ടോ. ലിസൺ ടു യുവർ ടീച്ചർ. ദ ഫോക്സ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. ഫോക്സ് ഓടി വന്നു എങ്ങോട്ട്? മഷ്റൂമിന്റെ അടുത്തേക്ക്. ഹാവ് യു സീൻ എ റാബിറ്റ്? ദ ഫോക്സ് ലുക്ക്ഡ് അറൗണ്ട്. നിങ്ങളൊരു റാബിറ്റിനെ കണ്ടോ എന്ന് അവരോട് ചോദിച്ചു. ദ ഫോക്സ് ലുക്ക്ഡ് അറൗണ്ട്. ഫോക്സ് അത് ചോദിച്ചു ചുറ്റും നോക്കി. ഫോക്സ് കെയിം റണ്ണിങ് ദർ. ഫോക്സ് ഓടി വന്നു അങ്ങോട്ട്. ഹി റേസ്ഡ് ഹിസ് ഷാർപ്പ് ഇയേഴ്സ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. അവന്റെ നല്ല ഷാർപ്പായിട്ടുള്ള ചെവി കൂർപ്പിച്ച് ചുറ്റിലും നോക്കി. ശബ്ദം കേൾക്കുന്നുണ്ടോന്ന്. there is a smell of a rabbit around. ഇവിടെ ഒരു റാബിറ്റിന്റെ സ്മെല്ലുണ്ട്, ഒരു റാബിറ്റിനെ മണക്കുന്നുണ്ട്. അവന് ചുറ്റിലും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈസ് ഹി ഹൈഡിങ് ഹിയർ? അവനിവിടെ ഒളിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. യു സില്ലി ഫോക്സ്, ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം? ആസ്ക് ദ മൗസ്. മൗസ് അപ്പോൾ എന്ത് ചോദിച്ചു? യു സില്ലി ഫോക്സ്, നീ ഇത്രയ്ക്ക് സില്ലിയാണോ? ഹൗ ക്യാൻ ഐ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം? ഒരു റാബിറ്റിന് എങ്ങനെ ഒരു ചെറിയ മഷ്റൂമിന്റെ താഴെ ഹൈഡ് ചെയ്യാൻ പറ്റും? എങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റും? അങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കാണുമല്ലോ അല്ലേ. ദർ ഈസ് നോ സ്പേസ് ഹിയർ. ഇവിടെ സ്പേസ് ഇല്ല. കാണ്ട് യു സീ? നിനക്ക് കാണുന്നില്ലേ? ഇവിടെ ഒരു റാബിറ്റിന് ഒളിച്ചിരിക്കാനുള്ള അത്ര സ്ഥലമില്ല. ആസ്ക് ദ ആന്റ്. ഉറുമ്പ് ചോദിച്ചു. ദ ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്, ഫ്ലിക്ഡ് ഹിസ് ടെയിൽ ആൻഡ് റാൻ ഓഫ്. ദ ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്. ഫോക്സ് അവന്റെ നോസ്, മൂക്ക് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു, മണത്ത് വലിച്ചു. ഫ്ലിക്ഡ് ഹിസ് ടെയിൽ, അവന്റെ വാലുകളാട്ടിക്കൊണ്ട് റാൻ ഓഫ്, അവിടെ നിന്ന് ഓടിപ്പോയി. വിൽ ദ ഫോക്സ് റിയലി ബിലീവ് ദം? ഈ ഫോക്സ് ശരിക്കും അവർ പറഞ്ഞ് വിശ്വസിച്ചിട്ടുണ്ടാവോ? വിൽ ഹി കം ബാക്ക്? അവൻ ഇനിയും തിരിച്ചു വരുമോ? നമുക്ക് നോക്കാം. അത് നോക്കുന്നതിന് മുന്നായിട്ട് നമ്മോട് ഗോ ടു പ്യൂപ്പ ആക്ടിവിറ്റീസ് 9 to 11, 9 മുതൽ 11 വരെയുള്ള ആക്ടിവിറ്റീസ് പ്യൂപ്പയിൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം ആക്ടിവിറ്റി 9 നോക്കാം. ദ ഫോക്സ് റീച്ചസ് നിയർ ദ മഷ്റൂം. ഫോക്സ് മഷ്റൂമിന്റെ അടുത്തെത്തി. ദ ഫോക്സ് ആസ്ക് ദ സ്പാരോ ആൻഡ് ദ മൗസ് അബൌട്ട് ദ റാബിറ്റ്. ഫോക്സ് അവിടെ ഉണ്ടായിരുന്ന സ്പാരോയോടും മൗസിനോടും റാബിറ്റിനെ കുറിച്ച് ചോദിച്ചു. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അവര് തമ്മിലുള്ള സംഭാഷണം, കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സെലക്ട് ദ കറക്റ്റ് ഡയലോഗ് ഫ്രം ദ ബോക്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നമുക്ക് അവിടെ താഴെ ബോക്സിൽ അവർ പറഞ്ഞ ഡയലോഗ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബോക്സിൽ തന്നിട്ടുള്ള ഡയലോഗ്സ് ഏതൊക്കെയാ നോക്കൂ. ഐ വിൽ ക്യാച്ച് ഹിം. ഞാൻ അവനെ പിടിക്കും. നോ ഐ ഡിഡ്ന്റ്. ഇല്ല. ഹാവ് യു സീൻ എ റാബിറ്റ്? നിങ്ങളൊരു മുയലിനെ കണ്ടോ? ക്യാൻ എ റാബിറ്റ് സിറ്റ് അണ്ടർ എ മഷ്റൂം? ഒരു മുയലിന് മഷ്റൂമിന്റെ താഴെ ഇരിക്കാനായിട്ട് പറ്റോ? ബട്ട് ഐ ക്യാൻ സ്മെൽ എ റാബിറ്റ്. പക്ഷെ എനിക്കൊരു റാബിറ്റിനെ സ്മെൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്കിനി ആരൊക്കെയാണ് ഏതൊക്കെ ഡയലോഗ് പറഞ്ഞതെന്ന് ഫിൽ ചെയ്യാട്ടോ. അപ്പൊ ആദ്യം ഫോക്സ് സ്പാരോയോട് ചോദിക്കുന്നുണ്ട്, ഹാവ് യു സീൻ എ റാബിറ്റ്? നീ ഒരു റാബിറ്റിനെ കണ്ടോ, മുയലിനെ കണ്ടോ? അപ്പൊ സ്പാരോ എന്താ മക്കളെ മറുപടി പറഞ്ഞത്? നോ ഐ ഡിഡ് ഇറ്റ്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഫോക്സ് എന്താ പറയാ? ബട്ട് ഐ ക്യാൻ സ്മെൽ എ റാബിറ്റ്. പക്ഷെ എനിക്കൊരു റാബിറ്റിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ മൗസ് ചോദിക്കുന്നു, ക്യാൻ എ റാബിറ്റ് സിറ്റ് അണ്ടർ ദ മഷ്റൂം? ഒരു റാബിറ്റിന് മഷ്റൂമിന്റെ താഴെ ഒളിച്ചിരിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഫോക്സ് എന്ത് പറയും? ഐ വിൽ ക്യാച്ച് ഹിം. ഞാൻ അവനെ തീർച്ചയായിട്ടും പിടിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് കോൺവെർസേഷൻ ഫിൽ ചെയ്യുക.
ഇനി നമുക്ക് ആക്ടിവിറ്റി 10 നോക്കാം. റാബിറ്റ് സോ ദ ഫോക്സ്. റാബിറ്റ് ഫോക്സിനെ കണ്ടു. ഫോക്സ് ആ മഷ്റൂമിന് അടുത്തേക്ക് വരുന്നത് നമ്മുടെ റാബിറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. റൈറ്റ് ഡൗൺ ദ തോട്ട്സ് ഓഫ് ദ റാബിറ്റ്. ആ സമയത്ത് റാബിറ്റ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? സ്വാഭാവികമായിട്ടും പേടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ പേടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും? വിൽ ദാറ്റ് ഫോക്സ് ഫൈൻഡ് മീ? ആ ഫോക്സ് എന്നെ കണ്ടുപിടിക്കോ? വിൽ ഇറ്റ് സീ മീ ഹൈഡിങ് ഹിയർ? ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുന്നത് ആ ഫോക്സ് കണ്ടുപിടിക്കോ അല്ലെ? വിൽ മൈ ഫ്രണ്ട് സേവ് മീ? എന്റെ ഈ കൂട്ടുകാര് എന്നെ രക്ഷിക്കോ? ഇഫ് ദ ഫോക്സ് ഫൈൻഡ് മീ വാട്ട് ക്യാൻ ഐ ഡു? ഫോക്സ് എന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഓ ഗോഡ് പ്ലീസ് സേവ് മീ ഫ്രം ദ ഫോക്സ്. എന്നെ ഈ ഫോക്സിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നുണ്ടായിരിക്കും അല്ലെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 11 നോക്കാം. ദ ഫോക്സ് മിസ് ദ റാബിറ്റ്. ഫോക്സിന് റാബിറ്റിനെ മിസ്സായി അല്ലെ. ഫോക്സിന് റാബിറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇറ്റ് റീച്ച്ഡ് ഹോം വെറ്റ് ആൻഡ് ടയേർഡ്. അത് വീട്ടില് നനഞ്ഞുകൊണ്ടും ക്ഷീണിതനായും തിരിച്ചെത്തി. ദ ഫോക്സ് വൈഫ് വാസ് വെയിറ്റിംഗ് ഫോർ ഫുഡ്. ഫോക്സിന്റെ വൈഫ് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു, കാത്തിരിക്കുകയായിരുന്നു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാനിടയിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വൈഫ് ആദ്യം ചോദിക്കുന്നത് നോക്കൂ. ഹാവ് യു ഗോട്ട് എനിത്തിങ് ടു ഈറ്റ്? എന്തെങ്കിലും കഴിക്കാനായിട്ട് കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഫോക്സ് എന്താ പറയാ? നോ ഐ ഡിഡിന്റ്. ഇല്ല, എനിക്കൊന്നും കിട്ടിയില്ല. വൈഫ് യു വർ ചേസിങ് എ റാബിറ്റ്, വേർ ഇസ് ഇറ്റ്? നിങ്ങളൊരു റാബിറ്റിനെ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, റാബിറ്റിന്റെ പിന്നാലെ ഓടുന്നുണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? അപ്പൊ ഫോക്സ് എന്ത് പറയും? ഐ ആം ആഫ്റ്റർ ഇറ്റ് ബട്ട് ദ റാബിറ്റ് ജസ്റ്റ് എസ്കേപ്ഡ്. ഞാൻ അതിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ആ റാബിറ്റ് എസ്കേപ്പ് ആയി, രക്ഷപ്പെട്ടു പോയി എന്ന് പറയൂല്ലേ. ഇനി നമുക്ക് ബാക്കി സ്റ്റോറി വായിക്കാം മക്കളെ. ലിസൺ ടു യുവർ ടീച്ചർ. ദ റെയിൻ വാസ് ഓവർ. അങ്ങനെ മഴ കഴിഞ്ഞു. ദ സൺ ലുക്ക്ഡ് ഔട്ട് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. സൂര്യൻ മേഘങ്ങൾക്ക് പുറകിൽ നിന്നും എത്തി നോക്കി, അതായത് വെയിൽ വന്നു എന്നർത്ഥം. എവ്രി വൺ കെയിം ഔട്ട് ഓഫ് ദ മഷ്റൂം വിത്ത് ജോയ്. എല്ലാ കൂട്ടുകാരും മഷ്റൂമിന്റെ ഉള്ളിൽ നിന്ന് സന്തോഷത്തോടു കൂടിയിട്ട് പുറത്തിറങ്ങി. ദേ ബിക്കെയിം ഫ്രണ്ട്സ്. അവരെല്ലാവരും കൂട്ടുകാരായി മാറി. വാട്ട് വിൽ ദേ ഡു നൗ? അവരിനി എന്താ ചെയ്യാൻ പോകുന്നത്? ലെറ്റ്സ് റീഡ്. The ant looked at his friends. ഉറുമ്പ് അവന്റെ ഫ്രണ്ട്സിനെ നോക്കി. At first there was space just for myself. ആദ്യം ഇവിടെ ഇതിനുള്ളിൽ എനിക്ക് മാത്രം ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. And then all of us could sit under the mushroom. പക്ഷേ പിന്നീട് നമുക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ മഷ്റൂമിന് താഴെ ഇരിക്കാനായിട്ട് പറ്റി. How was this possible? അതെങ്ങനെയാണ് പോസിബിൾ ആയത്? അതെങ്ങനെയാണ് സാധ്യമായത്? The ant was really confused. ഉറുമ്പ് ശരിക്കും കൺഫ്യൂസ്ഡ് ആയിപ്പോയി. Somebody laughed loudly behind them. വേറെ ഒരാള് അവരുടെ പിന്നിൽ നിന്ന് ഉറക്കെ ചിരിച്ചു. Who was laughing aloud? ആരാ അവരുടെ പിറകെ നിന്ന് ഉറക്കെ ചിരിച്ചത്? നമുക്ക് കഥ വായിക്കാം. They saw a fat green frog. അവരൊരു തടിച്ച പച്ച നിറത്തിലുള്ള ഫ്രോഗിനെ കണ്ടു, തവളയെ കണ്ടു. It was sitting on the top of the mushroom. അത് എവിടെയായിരുന്നു? It was sitting. അത് എവിടെയായിരുന്നുകൊണ്ടിരുന്ന മക്കളെ? On the top of the mushroom. കൂണിന്റെ ആ മഷ്റൂമിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. Quahaha, laughed the frog. തവള വീണ്ടും ചിരിച്ചു. Shaking his head at them. അവരുടെ നേരെ തല ഇങ്ങനെ കുലുക്കിക്കൊണ്ട് വീണ്ടും ഫ്രോഗ് ചിരിച്ചു. Don't you know what happens to a mushroom during rain? മഷ്റൂമിന് മഴ പെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് നിങ്ങൾക്കറിയില്ലേ? ആൻഡ് ഹി ഹോപ്ഡ് അവേ സ്റ്റിൽ ലാഫിങ്. അത് പറഞ്ഞുകൊണ്ട് അവന് അവിടെ നിന്ന് ചാടിപ്പോയി, ചിരിച്ചുകൊണ്ട് ചാടിപ്പോയി. എന്താ മക്കളെ മഷ്റൂമിന് സംഭവിക്കുക മഴ പെയ്യുമ്പോ? വൈ വാസ് ദ ഫ്രോഗ് ലാഫിങ്? ഫ്രോഗ് എന്തിനാ ചിരിച്ചത്? Because the frog know what happens to the mushroom during rain. ഓക്കെ, മഴ പെയ്യുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് മഷ്റൂമിന് എന്നുള്ള കാര്യം ഫ്രോഗിന് അറിയാം, പക്ഷെ ഇവർക്കറിയില്ല. അതുകൊണ്ടാണ് ഫ്രോഗ് ചിരിച്ചത്. അവിടെ മഷ്റൂമിന് മുകളിൽ ഇരിക്കുന്ന ഫ്രോഗിനെയും അതിന് താഴെയുള്ള ആന്റ്, റാബിറ്റ്, മൗസ്, സ്പാരോ, ബട്ടർഫ്ലൈ, ആ ഫ്രണ്ട്സിനെയും കാണാനാവുന്നില്ലേ നിങ്ങൾക്ക്? The ant, the butterfly, the mouse, the sparrow and the rabbit looked at one another. ഇത് കേട്ടതും ആൻഡും ബട്ടർഫ്ലൈയും മൗസും സ്പാരോയും റാബിറ്റും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനായിട്ട് തുടങ്ങി. Then they looked at the mushroom. എന്നിട്ട് അവര് മഷ്റൂമിനെ നോക്കി. And suddenly they noticed something. പെട്ടെന്ന് അവര് ഒരു കാര്യം ശ്രദ്ധിച്ചു. The mushroom has grown up. മഷ്റൂം എന്തായിട്ടുണ്ട്? Has grown up. ഒരുപാട് വലുതായിട്ടുണ്ട്. What happens to the mushrooms during rain? അപ്പൊ മക്കളെ, മഴ പെയ്യുന്ന സമയത്ത് മഷ്റൂമിന് എന്താ ശരിക്കും സംഭവിക്കുന്നത്? The mushroom has grown up. മഷ്റൂം വലുതാവുകയാണ് ചെയ്യുന്നത്. മഴ പെയ്യുന്ന സമയത്ത് ചെറിയ കൂണുകള് വലുതാവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മോട് പ്യൂപ്പയിലുള്ള ആക്ടിവിറ്റീസ് 12 to 14 ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 12, 13, 14 അത് മൂന്നും ചെയ്തു നോക്കാം. ആക്ടിവിറ്റി 12. The friends saw a frog on the top of the mushroom.
ഫ്രണ്ട്സ് ഈ മഷ്റൂമിന്റെ മുകളിലായിട്ട് ഒരു തവള ഇരിക്കുന്നത് ശ്രദ്ധിച്ചു അല്ലെ. ഹു ആർ യു ദേ ആസ്ക്ഡ്. നിങ്ങൾ ആരാണ്, നീ ആരാണെന്ന് അവർ ചോദിച്ചു. ദ ഫ്രോഗ് ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ്. ഫ്രോഗ് അവനെ കുറിച്ച് പറഞ്ഞു. വാട്ട് വിൽ ദ ഫ്രോഗ് സേ അബൌട്ട് ഹിം. ഫ്രോഗ് എന്തായിരിക്കും അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഫ്രോഗിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹായ്, ഐ ആം എ ഫ്രോഗ്. ഞാൻ ഒരു ഫ്രോഗ് ആണ്, തവളയാണ്. ഐ ആം ഗ്രീൻ ഇൻ കളർ. എന്റെ നിറം എന്താണ്? ഗ്രീൻ ആണ്, പച്ചയാണ് അല്ലെ. ഐ ആം ലിവിങ് ഇൻ ബോത്ത് വാട്ടർ ആൻഡ് ലാൻഡ്. ഞാൻ വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കുന്നുണ്ട്. ഐ ക്യാൻ ബ്രീത്ത് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ. എനിക്ക് കരയിലും വെള്ളത്തിലും എന്ത് പറ്റും? ശ്വസിക്കാനായിട്ട് പറ്റും. ഐ ക്യാൻ ബ്രീത്ത് ത്രൂ സ്കിൻ ആൻഡ് ലങ്സ്. എനിക്ക് എന്റെ സ്കിന്നിലൂടെയും അതുപോലെ അതായത് തൊലിയിലൂടെയും ലങ്സിലൂടെയും ശ്വസിക്കാനായിട്ട് പറ്റും. ഫ്ലൈസ് ആൻഡ് ഇൻസെക്ട്സ് ആർ മൈ ഫുഡ്. എന്റെ ഭക്ഷണം എന്താണ്? ചെറിയ ചെറിയ പ്രാണികളും ഫ്ലൈസും ഒക്കെയാണ് എന്റെ ഭക്ഷണം. ഐ ക്യാച്ച് മൈ പ്രേ യൂസിങ് മൈ ടങ്. ഞാൻ ഇരകളെ പിടിക്കുന്നത് എന്റെ നാവ് ഉപയോഗിച്ചാണ്. പ്രേ എന്ന് വെച്ചാൽ ഇരകൾ. ഓക്കെ, ഇരയെ പിടിക്കുന്നത് നാവ് ഉപയോഗിച്ചാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഫ്രോഗ് പറഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് ആക്ടിവിറ്റി 13 നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. 2 പിക്ചേഴ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇത് രണ്ടും നോക്കിയിട്ട് ഇതിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ അറിയാം അല്ലെ, നമുക്ക് ഒരുപാട് ഡിഫറൻസസ് ഉണ്ടെന്ന്. അതില് പിക്ചർ 2ന്റെ ഒരു ഡിഫറൻറ്റ് ആദ്യം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ദ മഷ്റൂം ഈസ് റെഡ് ആൻഡ് യെല്ലോ ഇൻ കളർ. ആ മഷ്റൂം റെഡും യെല്ലോയും കൂടെ കലർന്നിട്ടുള്ള നിറത്തിലാണ് ഉള്ളത്. അപ്പോൾ പിക്ചർ 1 എന്തായിരിക്കും? ദ മഷ്റൂം ഈസ് വൈറ്റ് ഇൻ കളർ. മഷ്റൂം വെള്ള നിറത്തിലാണുള്ളത്. പിന്നെ സെക്കൻഡ് നോക്കൂ. ദ ഫ്രോഗ് ഈസ് അണ്ടർ ദ മഷ്റൂം. ഫ്രോഗ് എവിടെയായിരിക്കുന്നത്? അണ്ടർ ദ മഷ്റൂം. മഷ്റൂമിന് താഴെയാണ്. അപ്പൊ സെക്കൻഡ് പിക്ചറിലോ? ദ ഫ്രോഗ് ഈസ് അബവ് ദ മഷ്റൂം. മഷ്റൂമിന്റെ അബവ് മുകളിലായിട്ടാണ് ഫ്രോഗ് ഇരിക്കുന്നത്. തേർഡ് ഡിഫറൻസ് എന്താണ്? പിക്ചർ 2ന്റേത് ദർ ഈസ് റെയിൻ ഇൻ പിക്ചർ 2. രണ്ടാമത്തെ പിക്ചറിൽ മഴ പെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പിക്ചറിൽ മഴയുണ്ടോ മക്കളെ? ഇല്ല അല്ലേ. സോ ദർ ഈസ് നോ റെയിൻ ഇൻ പിക്ചർ 1. ഒന്നാമത്തെ പിക്ചറിൽ മഴയില്ല. പിന്നെ അടുത്ത ഡിഫറൻസ് പിക്ചർ 2ന്റേത് അവിടെ തന്നിട്ടുണ്ട്. ദർ ആർ 3 ബട്ടർഫ്ലൈസ് ഇൻ ദ പിക്ചർ. അതിൽ 3 ബട്ടർഫ്ലൈസ് ഉണ്ട്. കണ്ടോ? 3 ബട്ടർഫ്ലൈസ് പാറുന്നുണ്ട്. ഒന്നാമത്തേതിലോ? ദർ ഈസ് 1 ബട്ടർഫ്ലൈ ഇൻ ദ പിക്ചർ. ഒരു ബട്ടർഫ്ലൈ ആണ് പിക്ചർ 1ൽ ഉള്ളത്. അവസാനത്തെ ഒരു ഡിഫറൻസ് തന്നിട്ടുണ്ട്. ദർ ആർ മെനി ആൻഡ്സ് ഇൻ ദ പിക്ചർ 1. ഒന്നാമത്തെ പിക്ചറിൽ മെനി ആൻഡ്സ്, ഒരുപാട് ഉറുമ്പുകളുണ്ട്. രണ്ടാമത്തെ പിക്ചറിലോ? ദർ ഈസ് an ant in the picture 2. അല്ലെങ്കിൽ there is only 1 ant in the picture 2. പിക്ചർ 2ൽ ആകെ ഒരു ആൻഡ് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും ഡിഫറൻസസ് മക്കൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റി 14 നോക്കാം. ദ ആൻഡ്, ദ ബട്ടർഫ്ലൈ, ദ മൗസ്, ദ സ്പാരോ ആൻഡ് ദ റാബിറ്റ് കെയിം ഔട്ട് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ മഷ്റൂം. നൗ കംപ്ലീറ്റ് എ കോൺവെർസേഷൻ. ആൻഡും ബട്ടർഫ്ലൈയും മൗസും സ്പാരോയും റാബിറ്റും കൂടെ മഷ്റൂമിന് താഴെ നിന്ന് വെളിയിലേക്ക് വന്നു, പുറത്തേക്ക് വന്നു അല്ലേ. ഫ്രോഗ് ചോദിച്ചപ്പോൾ അവര് പുറത്തേക്ക് വന്നില്ലേ. ഇനി അവര് തമ്മിൽ സംസാരിക്കാനിടയുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം റാബിറ്റ് പറയുന്നത് നോക്കൂ. വാട്ട് ഹാപ്പൻ ടു ദ മഷ്റൂം. ഈ മഷ്റൂമിന് എന്താ പറ്റിയേ? മൗസ് എന്താ റിപ്ലൈ ചെയ്യാ മക്കളെ? ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്. മഷ്റൂം ഒരുപാട് വലുതായല്ലോ എന്നായിരിക്കും അല്ലേ. പിന്നെ റാബിറ്റ് ചോദിക്കുന്നു, ഡു മഷ്റൂംസ് ഗ്രോ ഇൻ റെയിൻ. മഴ പെയ്യുന്ന സമയത്ത് മഷ്റൂംസ് വലുതാവോ? യെസ്, മഷ്റൂംസ് വിൽ ഗ്രോ ഡ്യൂറിങ് റെയിൻ. മഴ പെയ്യുന്ന സമയത്ത് മഷ്റൂംസ് വലുതാവും എന്ന് മൗസ് പറയുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നെ വരാം. ലെറ്റ്സ് സിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ബണ്ണീസ് അംബ്രല്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പോയം തന്നിട്ടുണ്ട്. ചൊല്ലി നോക്കൂ മക്കളെ. റെയിൻ ഡ്രോപ്സ് ഫാളിംഗ് ഫ്രം ദ സ്കൈ, എ മഷ്റൂം സ്റ്റാൻഡിംഗ് ടോൾ ആൻഡ് ഡ്രൈ. ദ ബണ്ണി ഹോപ്സ് ആൻഡ് ഹൈഡ്സ് ബിലോ, സേഫ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ദാറ്റ് ബ്ലോസ്. എന്താണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്? റെയിൻ ഡ്രോപ്സ് ഫാളിംഗ് ഫ്രം ദ സ്കൈ. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ താഴേക്ക് വീഴുന്നു. എ മഷ്റൂം ഈസ് സ്റ്റാൻഡിങ് ടോൾ ആൻഡ് ഡ്രൈ. ഒരു മഷ്റൂം, ഒരു കൂണ് വലുതായിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങിക്കൊണ്ട് ഒരു കൂണ് അവിടെ നിൽക്കുന്നുണ്ട് താഴെ. ദ ബണ്ണി ഹോപ്സ് ആൻഡ് ഹൈഡ്സ് ബിലോ. ഒരു ബണ്ണി, ഒരു റാബിറ്റിന്റെ കുട്ടി ഓടി വന്നിട്ട് ഈ മഷ്റൂമിന് താഴെ ഒളിക്കുന്നു. സേഫ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ദാറ്റ് ബ്ലോസ്. മഴയിൽ നിന്നും വീശുന്ന കാറ്റിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്. Thank you, mushroom, big and wide. You are a perfect spot to hide. With a hop, the bunny has gone dry and happy moving on. അപ്പോൾ ബണ്ണി എന്ത് പറയുന്നു?
താങ്ക് യു മഷ്റൂം ബിഗ് ആൻഡ് വൈഡ്. ആ വലിയ മഷ്റൂമേ, നിനക്ക് താങ്ക്സ് എന്ന് പറയുന്നു. യു ആർ എ പെർഫെക്റ്റ് സ്പോട്ട് ടു ഹൈഡ്. നീ ഒളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. വിത്ത് എ ഹോപ്പ് ദ ബണ്ണി ഹാസ് ഗോൺ. ചാടിക്കൊണ്ട് ബണ്ണി അവിടെ നിന്ന് പോകുന്നു. ഡ്രൈ ആൻഡ് ഹാപ്പി മൂവിങ് ഓൺ. ആ നനയാതെ ബണ്ണി സന്തോഷത്തോടു കൂടിയിട്ട് പോകുന്നു. ഇനി നമ്മോട് പ്യൂപ്പയിലെ ആക്ടിവിറ്റി 15ഉം 16ഉം ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ടിവിറ്റി 15, ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. താഴെ നമുക്കൊരു സോങ് തന്നിട്ടുണ്ട്, അതിലേക്ക് കൂടുതൽ ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. Raindrops falling from the sky, a mushroom standing tall and dry. A monkey jumps and hide below. അവിടെ ഒരു മങ്കി താഴെ ഒളിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ, വരുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ബണ്ണി ആയിരുന്നു, ഇപ്പോ ഒരു മങ്കി ജമ്പ് ചെയ്തിട്ട് വന്നു, ഹൈഡ് ബിലോ. സേഫ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ദാറ്റ് ബ്ലോ. താങ്ക് യു മഷ്റൂം ബിഗ് ആൻഡ് വൈഡ്. യു ആർ എ പെർഫെക്റ്റ് സ്പോട്ട് ടു ഹൈഡ്. വിത്ത് എ ജംപ് ദ മങ്കി ഹാസ് ഗോൺ ഡ്രൈ ആൻഡ് ഹാപ്പി മൂവിങ് ഓൺ. ആക്ടിവിറ്റി 16, ക്രോസ്വേർഡ് പസിൽ. നമുക്ക് താഴെ ഒരു പസിൽ തന്നിട്ടുണ്ട്, അപ്പൊ അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം? അതിന് അക്രോസും ഡൗണും, നേരെയും കുത്തനെയും വിലങ്ങനെയും ഉള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നമുക്ക് അവിടെ പിക്ചറിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആ പിക്ചർ അനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആദ്യത്തേത് നോക്കൂ മക്കളെ, അക്രോസ് നേരെ 1. ഒന്നാമത്തേത് എന്താണ് നമുക്ക് പിക്ചറിൽ തന്നിട്ടുള്ളത്? മഷ്റൂം ആണല്ലേ. മഷ്റൂമിന്റെ സ്പെല്ലിംഗ് എന്താണ്? MUSHROOM. അത് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി സെക്കൻഡ് എന്താണ്? സെക്കൻഡ് അക്രോസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതൊരു മൂങ്ങയാണല്ലേ. അപ്പൊ മൂങ്ങയ്ക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഓൾ എന്നാണ് പറയാ. OWL. ഇനി തേർഡ് എന്താ മക്കളെ? തേർഡ് പിക്ചറിൽ തന്നിട്ടുണ്ട്, അതൊരു കുരുവിയാണ്, സ്പാരോ. SPARROW. നാലാമത്തേത് എന്താണ് മക്കളെ? 4, ഒരു ഫോക്സ് ആണ്, FOX. അപ്പൊ അക്രോസ് ഉള്ളതെല്ലാം കഴിഞ്ഞു. ഇനി ഡൗൺ നോക്കാം. ഡൗൺ 1 എന്താണ്? മൗസ് ആണ്, MOUSE, മൗസ്. 2 എന്താണ്? സോറി 2 അല്ല, 4 ആണ്, നമ്പർ 4. ഒരു ഫ്രോഗ് ആണ്, തവളയാണ്, FROG. 5 എന്താ മക്കളെ? 5 സൂര്യനാണല്ലേ. സൂര്യൻ എന്താ ഇംഗ്ലീഷിൽ പറയാ? സൺ, SUN, സൺ. 7 എന്താ നോക്കൂ. 7 ഒരു ആൻഡ് ആണ്, ഉറുമ്പാണ്, ANT. അപ്പൊ ഇങ്ങനെയാണ് ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നെക്സ്റ്റ് നമുക്ക് ഒരു ആക്ടിവിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. സെലക്ട് ദ സ്യൂട്ടബിൾ സെന്റൻസസ് ആൻഡ് റൈറ്റ് ഇറ്റ് ബിലോ ദ പിക്ചർ. നമുക്ക് താഴെ ഒരു 6 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതുപോലെ ഒരു ബോക്സിൽ കുറച്ച് സെന്റൻസസും തന്നിട്ടുണ്ട്. ഈ പിക്ചറിന് സ്യൂട്ട് ചെയ്യുന്ന സെന്റൻസ് ഇതിന് താഴെ എടുത്തെഴുതാനാണ് ക്വസ്റ്റ്യൻ. സെന്റൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സ്പാരോ പ്ലീഡഡ് ടു ലെറ്റ് ഹർ അണ്ടർ ദ മഷ്റൂം. മഷ്റൂമിന് താഴെ തന്നെ കയറ്റാനായിട്ട് സ്പാരോ, കുരുവി, അപേക്ഷിച്ചു. ദ മൗസ് വാണ്ടഡ് ടു ഗെറ്റ് അണ്ടർ ദ മഷ്റൂം. എലിക്ക് മഷ്റൂമിന് താഴെ കയറണമായിരുന്നു. ദ ബട്ടർഫ്ലൈ വാസ് വെറ്റ്, ഷീ കുഡ് നോട്ട് ഫ്ലൈ. ബട്ടർഫ്ലൈ, പൂമ്പാറ്റ ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾക്ക് പറക്കാനായിട്ട് കഴിയുന്നില്ല. ലുക്ക് ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്. നോക്ക്, മഷ്റൂം വളർന്നു വലുതായിട്ടുണ്ട്. റാബിറ്റ് റാൻ ടുവേർഡ്സ് ദ മഷ്റൂം. ഒരു റാബിറ്റ് മഷ്റൂമിനടുത്തേക്ക് ഓടി വന്നു. ദ ആന്റ് മെയ്ഡ് ദ മഷ്റൂം ആൻ അംബ്രല്ല. ഉറുമ്പ് മഷ്റൂമിനെ ഒരു അംബ്രല്ലയായിട്ട് കണ്ടു. അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ് പിക്ചറിന് താഴെ കൊടുക്കേണ്ടത്? ആദ്യത്തെ പിക്ചർ എന്താ മക്കളെ? ഒരു ഉറുമ്പ് മഷ്റൂമിന് താഴെ ഇരിക്കുന്നതല്ലേ. അപ്പൊ അവിടെ ഏത് ഡയലോഗ് ചേരുക? ദ ആന്റ് മെയ്ഡ് ദ അംബ്രല്ല, ദ ആന്റ് മെയ്ഡ് ദ മഷ്റൂം ആൻ അംബ്രല്ല. മഷ്റൂമിനെ ഒരു അംബ്രല്ലയായിട്ട് ഉറുമ്പ് മാറ്റി. പിന്നെയോ രണ്ടാമത് ഒരു ബട്ടർഫ്ലൈ വരുന്നതാണല്ലേ. അപ്പൊ അവിടെ എന്താ പറയാ? ദ ബട്ടർഫ്ലൈ വാസ് വെറ്റ്, ഷീ കുഡ് നോട്ട് ഫ്ലൈ. ബട്ടർഫ്ലൈ ആകെ നനഞ്ഞിട്ടുണ്ട്, അവൾക്ക് പറക്കാനായിട്ട് കഴിയുന്നില്ല. മൂന്നാമതായിട്ട് അവിടേക്ക് ഒരു മൗസ് വരുന്നു. ദ മൗസ് വാണ്ടഡ് ടു ഗെറ്റ് അണ്ടർ ദ മഷ്റൂം. മൗസിന് മഷ്റൂമിന് താഴെ ഇരിക്കണമായിരുന്നു. പിന്നെയോ ഒരു സ്പാരോ വരുന്നു അല്ലേ. ദ സ്പാരോ പ്ലീഡഡ് ടു ലെറ്റ് ഹർ അണ്ടർ ദ മഷ്റൂം. മഷ്റൂമിന് താഴെ അവളെ കൂടി ഇരുത്തണമെന്ന് സ്പാരോ കരഞ്ഞു പറഞ്ഞു. അടുത്ത പിക്ചർ എന്താണ്? ഒരു റാബിറ്റ് ഓടി വരുന്നുണ്ട് അല്ലേ. റാബിറ്റ് റാൻ ടുവേർഡ്സ് ദ മഷ്റൂം. ഒരു റാബിറ്റ് മഷ്റൂമിനടുത്തേക്ക് ഓടി വന്നു. അവസാനത്തെ പിക്ചർ നോക്കൂ. കൂട്ടുകാരെല്ലാവരും കൂടെ മഷ്റൂം വലുതായത് നോക്കുകയാണല്ലേ. ലുക്ക് ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്. നോക്ക്, മഷ്റൂം വലുതായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അടുത്തതായിട്ട് നിങ്ങൾക്ക് വെറുതെ വായിച്ച് രസിക്കാനായിട്ട് ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ. സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ച് മെയിൽ കൊണ്ടുവരുന്ന ഒച്ച്, അതായത് കത്ത് കൊണ്ടുവരുന്ന ഒച്ച്. ഹിയർ ഈസ് മിസ്റ്റർ സ്നെയിൽ. ഇവിടെ ഇതാണ് നമ്മുടെ എന്ത്? സ്നെയിൽ, ഒച്ച്. ഹി ബ്രിങ്സ് ദ മെയിൽ. അവന് കത്ത് കൊണ്ടുവരും. എവ്രി ഡേ ഹി ബ്രിങ്സ് ദ മെയിൽ വിത്തൗട്ട് ഫെയിൽ.
എല്ലാ ദിവസവും അവൻ കത്ത് കൊണ്ടുവരും. എങ്ങനെ? വിത്തൗട്ട് ഫെയിൽ. ഫെയിൽ എന്ന് വെച്ചാൽ പരാജയപ്പെടുക, അതായത് തെറ്റുകളൊന്നും ഇല്ലാതെ, തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ അവന് കൊണ്ടുവരും. ഹലോ മിസ്റ്റർ ഫോക്സ്, യു ഹാവ് എ ബോക്സ്. അങ്ങനെയാണ് ആദ്യം ഫോക്സിനെ കണ്ടു. ഫോക്സിന് എന്തുണ്ട്? ഒരു മെയിൽ ഉണ്ട് അല്ലേ? ഹലോ മിസ്റ്റർ ഫോക്സ്, യു ഹാവ് എ ബോക്സ്. നിങ്ങൾക്ക് മെയിലായിട്ട് എന്തുണ്ട്? ഒരു ബോക്സ് ഉണ്ട്, ഒരു പെട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. മിസ്റ്റർ സ്നെയിൽ മീൻസ് മിസ് ഹണിബി. അടുത്തതായിട്ട് മിസ്റ്റർ സ്നെയില് കാണാൻ പോയത് ആരെയാണ്? മിസ് ഹണിബി, തേനീച്ചയാണ്. ഹായ് മിസ് ബി, സീ ദ ബോക്സസ്, ദീസ് ആർ ഫോർ യു. നോക്ക്, നിനക്ക് ഒരുപാട് ബോക്സസ് വന്നിട്ടുണ്ട്, ഇതെല്ലാം നിനക്കുള്ളതാണ്. മിസ്റ്റർ സ്നെയിൽ വിസിറ്റ്സ് മിസ്റ്റർ ഓൾ വിത്ത് സം മെയിൽ. അതിനുശേഷം നമ്മുടെ മിസ്റ്റർ സ്നെയില് വിസിറ്റ് ചെയ്യാൻ പോയത് ആരെയാണ്? മിസ്റ്റർ ഓളിനെ, മൂങ്ങയായാണ്. കുറച്ച് മെയില് മൂങ്ങയ്ക്കുണ്ട്. ഹിയർ ആർ സം ബർത്ത്ഡേ കാർഡ്സ്. ഇതാ നിങ്ങൾക്ക് കുറച്ച് ബർത്ത്ഡേ കാർഡ്സ് ആണുള്ളത്. വൗ, ദാറ്റ്സ് ഗ്രേറ്റ്. 10 cards ഫോർ മീ. 10 കാർഡുകൾ എനിക്ക് അല്ലേ? ബർത്ത്ഡേ കാർഡ്സ് എനിക്ക്. ഓക്കെ, അപ്പോൾ ഓളിന് എന്തായി? ഹാപ്പി ആയി. ബട്ട് യു ആർ ലേറ്റ്, മൈ ബർത്ത്ഡേ വാസ് യെസ്റ്റർഡേ. പക്ഷെ എന്ത് പറഞ്ഞു സ്നെയിലിനോട്? നിങ്ങൾ നേരം വൈകി, ലേറ്റ് ആയി, എൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. ഓ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ സ്നെയിൽ പറഞ്ഞു, ഓ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. എന്തായാലും ബർത്ത്ഡേ വിഷ് ചെയ്തു. ബിലേറ്റഡ് നമ്മള് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ മറന്നാൽ, നേരം വൈകിട്ട് വിഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അല്ലെങ്കിൽ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ എന്നാണ് പറയാ. അപ്പൊ സ്നെയിൽ ഓളിനെ വിഷ് ചെയ്തു. ഫ്രം മോർണിംഗ് ടു ഈവനിങ് മിസ്റ്റർ സ്നെയിൽ ഈസ് അറ്റ് ഹിസ് വർക്ക്. നേരം വെളുത്തത് മുതൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്നെയിലിന് ഈ ജോലി തന്നെയാണ്. ഹി വർക്ക്സ് ഹാർഡ് ആൻഡ് ടേക്സ് നോ റെസ്റ്റ്. അവന് കഠിനമായിട്ട് അധ്വാനിച്ചു. റെസ്റ്റ് എടുത്തില്ല, ഒട്ടും തന്നെ റെസ്റ്റ് എടുക്കുകയും ചെയ്തില്ല. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സ്ലോ. സ്നെയില് വളരെ പതുക്കെയായിരുന്നു പോയിരുന്നത്. സോ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ടു വെയിറ്റ് ഓൾ ദ ഡേ ഫോർ ദ മെയിൽ. അതുകൊണ്ട് തന്നെ അവന്റെ എല്ലാ ഫ്രണ്ട്സിനും കത്തിന് വേണ്ടിയിട്ടും മെയിലിന് വേണ്ടിയിട്ടും ഒരുപാട് അവനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ബട്ട് ദേ ആർ ഓക്കെ. പക്ഷെ അവർക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പുവർ സ്നെയിൽ, ഹി ഡസ് ഹിസ് ബെസ്റ്റ്. അപ്പോൾ ഇവിടെ ബി പറയുന്നത് നോക്കൂ, പാവം സ്നെയില് അവന് നല്ലതുപോലെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്, അവന്റെ ബെസ്റ്റ് ആയിട്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ട്. വൺ ഡേ മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ട്സ് ഹിസ് വാക്ക്. ഒരു ദിവസം അങ്ങനെ സ്നെയിൽ അവന്റെ യാത്ര തുടരുകയായിരുന്നു. ഹി വോക്സ് ആൻഡ് വോക്സ് അലോങ് ദ റോഡ്സ്. അവന് റോഡിലൂടെ നടന്നുകൊണ്ടേയിരുന്നു. സൂൺ ദ സ്കൈ ടേൺസ് ഡാർക്ക്. പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു. ഇറ്റ് ബിഗിൻസ് ടു റെയിൻ. മഴ പെയ്യാനായിട്ട് തുടങ്ങി. ദ കോൾഡ് വിൻഡ് ബ്ലോസ്. തണുത്ത കാറ്റ് വീശി. ദ റോഡ്സ് ഗെറ്റ് ഫ്ലഡഡ്. മഴ പെയ്ത് റോഡൊക്കെ നിറഞ്ഞു. നോ, ഐ ഷുഡ് നോട്ട് ഫെയിൽ. ഞാൻ ഒരിക്കലും തോൽക്കില്ല എന്ന് സ്നെയിൽ ഒറ്റയ്ക്ക് തന്നെ പറയാനായിട്ട് തുടങ്ങി. ദ റോഡ്സ് ആർ ബാഡ്. റോഡിലൊക്കെ വെള്ളം നിറഞ്ഞു. എന്തായി? മോശമായി. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സാഡ്. അത് കണ്ടപ്പോൾ സ്നെയിൽ ആകെ സങ്കടപ്പെട്ടു. എന്നിട്ട് നമ്മുടെ സ്നെയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഹൗ വിൽ ഐ ഗോ? ഞാൻ എങ്ങനെ ഇനി പോവുക? മെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാ ഇനി പോവുക? അപ്പോ അവിടെ പാറപ്പുറത്തിരുന്ന് ഒരു ഫ്രോഗ് പറഞ്ഞത്, ഹഹാ, ക്യാൻ യു സ്വിം മിസ്റ്റർ സ്നെയിൽ? നിനക്ക് നീന്താൻ കഴിയോ മിസ്റ്റർ സ്നെയിൽ എന്ന് ചോദിച്ചു, കളിയാക്കി ചോദിച്ചു. മിസ്റ്റർ സ്നെയിൽ സീസ് എ ട്രാക്ടർ. ആ സമയത്ത് മിസ്റ്റർ സ്നെയിൽ ഒരു ട്രാക്ടർ കണ്ടു. ഇറ്റ് ഈസ് ഫോർ സെയിൽ. അതെന്തിനായിരുന്നു? സെയിലിനായിരുന്നു, വിൽക്കാനുള്ളതായിരുന്നു. ഐ മസ്റ്റ് ബൈ ദിസ് ട്രാക്ടർ. അപ്പൊ സ്നെയിൽ എന്ത് വിചാരിച്ചു? ഞാൻ ഈ ട്രാക്ടർ വാങ്ങണം. ഇറ്റ് വിൽ മേക്ക് മീ മൂവ് ഫാസ്റ്റർ. അത് എന്നെ എന്ത് ചെയ്യും? അതിൽ പോയാൽ ഇതിന് പെട്ടെന്ന് എത്താമല്ലോ, അപ്പൊ എന്നെ ഫാസ്റ്റർ ആക്കുമെന്ന് സ്നെയിൽ വിചാരിച്ചു. ഹി ബൈസ് ദ ട്രാക്ടർ. അങ്ങനെ സ്നെയിൽ ട്രാക്ടർ വാങ്ങി. ഇറ്റ് മേക്സ് ഹിം മൂവ് ഫാസ്റ്റർ. അതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് എല്ലായിടത്തും എത്താനായിട്ട് സാധിച്ചു. ലുക്ക് ഹൗ മിസ്റ്റർ സ്നെയിൽ ഗോസ്. നൗ ഹിസ് മെയിൽ ഈസ് ഓൺ ദ റൈറ്റ് ടൈം. അവന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? നോക്ക്, ഇപ്പോൾ സ്നെയിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്ക്. അവന്റെ മെയിലൊക്കെ ഇപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ വരുന്നുണ്ട്. ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി ഓഫ് ദ സ്നെയിൽ? നിങ്ങൾക്ക് സ്നെയിലിന്റെ കഥ ഇഷ്ടമായോ? വാട്ട് ഡസ് ദ ഹണി ബി ആസ്ക്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഹണി ബി ഓളിനോട് എന്തായിരിക്കും ചോദിക്കുക? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ആ കോൺവെർസേഷൻ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വാട്ട് ഡിഡ് യു ഗെറ്റ് ഫ്രം മിസ്റ്റർ സ്നെയിൽ എന്നായിരിക്കും അല്ലേ? നിനക്ക് എന്താണ് മിസ്റ്റർ സ്നെയിലിൽ നിന്ന് കിട്ടിയത്? ഇറ്റ് ഈസ് എ ലെറ്റർ ഫ്രം മൈ ആൻറ്റ്. എൻ്റെ ആൻറ്റിയിൽ നിന്ന് ഒരു ലെറ്റർ ആണ് കിട്ടിയത് എന്ന് ഓള് റിപ്ലൈ ചെയ്യുന്നു. ഗോ ടു പ്യൂപ്പ ആക്ടിവിറ്റി 17 to 19. പ്യൂപ്പയിലെ ആക്ടിവിറ്റീസ് 17, 18, 19 ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ചെയ്ത് നോക്കാം. ആക്ടിവിറ്റി 17, റീഡ് ദ പിക്ചർ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. നമുക്ക് താഴെ ഒരു പിക്ചർ സ്റ്റോറി തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മിസ്റ്റർ സ്നെയിലിനെ കുറിച്ച് പഠിച്ചില്ലേ? അതേ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഒരു പിക്ചർ സ്റ്റോറി തന്നിട്ടുള്ളത്. അതിൽ കുറച്ച് കോൺവെർസേഷൻസ് മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് നിങ്ങളോട് ഫിൽ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് കണ്ടോ മക്കളെ? നമ്മളുടെ മിസ്റ്റർ സ്നെയിൽ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവുകയാണല്ലേ. മിസ്റ്റർ സ്നെയിൽ വാസ് ഓൺ ഹിസ് ഡ്യൂട്ടി. മിസ്റ്റർ സ്നെയിൽ അവന്റെ ഡ്യൂട്ടിയിലായിരുന്നു. അതായത് എന്തായിരുന്നു ഡ്യൂട്ടി? മെയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി ആയിരുന്നു അല്ലെ.
ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോഴാണ് അവന് ഹണീബിക്കുള്ള ലെറ്റർ മിസ്സിംഗ് ആയത് കാണുന്നത്. ഓ, വെർ ഈസ് ദ ലെറ്റർ ടു ഹണീബി? ഹണീബിക്കുള്ള ലെറ്റർ എവിടെ? ഹി ഫൗണ്ട് എ ലെറ്റർ മിസ്സിംഗ്. ഒരു ലെറ്റർ മിസ്സിംഗ് ആണെന്ന് സ്നെയില് തിരിച്ചറിഞ്ഞു. ഇനി സ്നെയില് ആ ലെറ്റർ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ആരെ കണ്ടു? നമ്മുടെ ഫോക്സിനെ കണ്ടു. ഫോക്സിനോട് സ്നെയില് ചോദിക്കുന്നത് നോക്കൂ, ഡിഡ് യു സീ മൈ മെയിൽ? നിങ്ങൾ എൻ്റെ മെയില് കണ്ടോ? ഫോക്സ് എന്തായിരിക്കും പറയാ? നോ, ഐ ഡിഡിൻ സീ യുവർ മെയിൽ. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല എന്നായിരിക്കും അല്ലെ പറയുന്നത്. അടുത്തതായിട്ട് ഫോക്സ് ആരെയാ കണ്ടത്? ഡ്രാഗൺ ഫ്ലൈയാണ് കണ്ടത്. ആരെ? തുമ്പിയാണ് അല്ലെ കണ്ടത്. അപ്പോൾ എന്താ പറഞ്ഞത്? യുവർ മെയിൽ ഈസ് ഇൻ ദ പോണ്ട്. നിന്റെ മെയിൽ എവിടെയുണ്ട്? ഇൻ ദ പോണ്ട്, ആ കുളത്തിലുണ്ട്, അത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇനി സ്നെയില് പോണ്ടിലേക്കായിരിക്കും അല്ലെ പോകുന്നത്. അപ്പൊ ഇവിടെ ഓളിനെ കാണുമ്പോൾ സ്നെയിൽ എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഓള് പറയുന്ന മറുപടി എന്താണ്? ദ പോണ്ട് ഈസ് നിയർ ദ ഹൗസ് ഓഫ് ദ ഫ്രോഗ്. പോണ്ട് ഫ്രോഗിന്റെ വീടിന്റെ അടുത്താണ്, ആ തവളയുടെ വീടിന്റെ അടുത്താണ് പോണ്ട് എന്നാണ് ഉത്തരം പറയുന്നത്, മറുപടി പറയുന്നത്. അപ്പൊ ചോദ്യം എന്തായിരിക്കും? വെർ ഈസ് ദ പോണ്ട്? എവിടെയാണ് പോണ്ട് എന്നായിരിക്കും അല്ലെ. നിനക്കറിയോ വെർ ഈസ് ദ പോണ്ട് എന്നായിരിക്കും അല്ലെ ക്വസ്റ്റ്യൻ. അങ്ങനെ സ്നെയില് പോണ്ടിന്റെ അടുത്തെത്തി. അപ്പൊ അവിടെ ഫ്രോഗിന്റെ കയ്യിൽ മെയിൽ ഇരിക്കുന്നുണ്ട്. ഫ്രോഗ് എന്ത് പറഞ്ഞു? ഹിയർ ഈസ് യുവർ മെയിൽ. ഇതാ നിന്റെ മെയിൽ എന്ന് പറഞ്ഞു. അപ്പൊ സ്നെയിൽ എന്തായിരിക്കും പറയാ മക്കളെ? താങ്ക് യു സോ മച്ച് അല്ലെ, താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ആക്ടിവിറ്റി 18 നോക്കാം. One day the fox received a birthday card. How will be that card? Prepare a birthday card for Mr. Fox. ഒരു ദിവസം നമ്മുടെ ഫോക്സിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഫോക്സിന് ഒരു ബർത്ത്ഡേ കാർഡ് കിട്ടി. എങ്ങനെയായിരിക്കും ആ ബർത്ത്ഡേ കാർഡ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ആ ബർത്ത്ഡേ കാർഡിന്റെ ഒരു ഫോർമാറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇഷ്ടമുള്ള രീതിയിൽ അതിൽ ചിത്രമൊക്കെ വരച്ച് കളറൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ട് ബർത്ത്ഡേ കാർഡ് പ്രിപ്പയർ ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം മറക്കരുത് കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ ഫോക്സ് അല്ലെങ്കിൽ ഡിയറസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ എഴുതാനായിട്ട് മറക്കരുത്. ഫൈനൽ ആക്ടിവിറ്റി ആണ് ആക്ടിവിറ്റി 19. ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് സർക്കിൾ ഇറ്റ്. താഴെ കുറച്ച് കൂട്ടങ്ങൾ, ഗ്രൂപ്പ്സ് തന്നിട്ടുണ്ട്. അതിൽ ഓഡ് വൺ എന്ന് വെച്ചാൽ എന്താ? ഒറ്റയായ ആളെ കണ്ടെത്തിയിട്ട് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ തന്നിട്ടുള്ളത് എന്താണ്? നോക്കിക്കേ മക്കളെ, ഗോട്ട് ഉണ്ട്, ടൈഗർ ഉണ്ട്, റാബിറ്റ് ഉണ്ട്, കൗ ഉണ്ട് അല്ലെ. ഇതിലേതാ ഓഡ് വൺ? ടൈഗർ ആണ് ഓഡ് വൺ. ബിക്കോസ് എന്താണ് കാരണം? ഗോട്ട്, റാബിറ്റ്, കൗ ഇതെല്ലാം എന്താണ്? ഫാം അനിമൽസ് ആണ്. ടൈഗർ മാത്രമേ ഉള്ളൂ എന്ത്? വൈൽഡ് അനിമൽ. കാട്ടിൽ കണ്ടുവരുന്നത് ടൈഗർ മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മൾ വളർത്തുന്ന മൃഗങ്ങളാണ് അല്ലെ. അപ്പോൾ നമ്മൾ ടൈഗറിനെ പിടിച്ച് വളർത്തുവോ? ഇല്ല. ബാക്കി മൂന്നിനെയും നമ്മൾ വളർത്തും, ടൈഗറിനെ വളർത്തില്ല. അതുകൊണ്ട് ടൈഗറിനെ നിങ്ങൾ സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് നോക്കൂ. ഫിഷ്, ഫ്രോഗ്, ഡക്ക്, അതുപോലെ പാരറ്റ് അല്ലെ. അപ്പൊ ഇതിലേതാണ് മക്കളെ? ഇതിൽ നിങ്ങൾക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രോഗിനെ സർക്കിൾ ചെയ്യാം. കാരണം എന്താണ്? ഫിഷിനെയും ഡക്കിനെയും പാരറ്റിനെയും ഒക്കെ നമുക്ക് വീട്ടിൽ നമ്മൾ വളർത്താറുണ്ട് അല്ലേ. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രോഗിനെ സർക്കിൾ ചെയ്യാം, അത് ശരിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാരറ്റിനെ സർക്കിൾ ചെയ്യാം. അതെന്തുകൊണ്ടാണ്? ബാക്കി മൂന്ന് ജീവികൾക്കും വെള്ളത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും, വെള്ളത്തിലും ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പാരറ്റിന് മാത്രം എന്താണ്? വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പാരറ്റിനെ നിങ്ങൾക്ക് സർക്കിൾ ചെയ്യാം. തേർഡ് വൺ നോക്കൂ. ഹണി ബീ ഉണ്ട്, പിന്നെ അതുപോലെ നമ്മളുടെ ഹൗസ് ഫ്ലൈ ഈച്ചയുണ്ട്, പിന്നെ ആൻഡ് ഉണ്ട്, അതുപോലെ മൊസ്കിറ്റോ ഉണ്ട്. ഇതിലേതാ മക്കളെ? ഓഡ് വൺ ഇതില് ആൻഡ് ആണ്. കാരണം എന്താണ്? ബാക്കി മൂന്നിനും പറക്കാൻ കഴിയും അല്ലെ, ഫ്ലൈസ് ആണ്. ആൻഡിന് പറക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ആൻഡ് ആണ് ഓഡ് വൺ. ഇനി അവസാനത്തേത് നോക്കൂ. ഫോക്സ്, ഡോഗ്, ക്യാറ്റ്, ഹെൻ അല്ലെങ്കിൽ ചിക്ക് കേട്ടോ, കോഴിക്കുഞ്ഞല്ലേ. അപ്പൊ ഇതിലേതാണ് ഓഡ് വൺ? ഇത് സിമ്പിൾ ആണ്, ചിക്കാണ്, ഹെന്നാണ്. കാരണം എന്താണ്? ബാക്കി മൂന്നും ആനിമൽസ് ആണ്, ഇത് മാത്രമേ ഇതിൽ ബേർഡ് ആയിട്ടുള്ളൂ. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റിൽ ചെയ്യാനായിട്ടുള്ളത്. എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും അതുപോലെ പൂപ്പയിലെ ആക്ടിവിറ്റീസും പിന്നെ നമ്മളുടെ മിസ്റ്റർ സ്നെയിൽ എന്നുള്ള സ്റ്റോറിയും എല്ലാം ചെയ്തിട്ടുണ്ട്. ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാമേ. താങ്ക് യു.